ഹായ് ഓൾ, എല്ലാവർക്കും സഹാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. എന്താണ് നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ എന്ന പോലെ തന്നെ അതുപോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഓർഗനൈസേഷനിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പഠിക്കാൻ ഇന്ന് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോളാം. ഇൻ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കൽ നോ ഹൗ ഈസ് ചാനൽ, മെസ്സേജ്, സോഴ്സ്, ഫീഡ്ബാക്ക്. അതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ പർപ്പസ് എന്നുള്ളത്? ഇൻഫർമേഷൻ, പ്രൊപ്പഗൻഡ, എൻ്റർടൈൻമെൻറ്റ്, ഓൾ ഓഫ് ദി എബോവ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദി ഓഡിയൻസ് ടു ദി സെൻഡർ ഈസ് മെസ്സേജ്, ഷെയറിംഗ്, മീഡിയം, ഫീഡ്ബാക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ നമുക്ക് ഈ ഒരു ക്ലാസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോന്നിൻ്റെയും ആൻസർ എന്താണ് എന്നും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. What this organization really needs is a one-on-one approach. Easy. Actually, what this organization really needs is repositioning. That means that what this organization desperately needs is change. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് കണ്ടത്? ഒരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ അവരുടെ സബോർഡിനേറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുത്തത് അവിടെയുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ അയാളുടെ സബോർഡിനേറ്റിന് മനസ്സിലായില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ, ആ ഒരു സംഭവമാണ് നമ്മളൊരു കോമഡി ആയിട്ട് ഇവിടെ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ ആയാലും ഈവൻ നമ്മുടെ ഡെയിലി ലൈഫ് ആയാലും മുന്നോട്ട് പോകത്തുള്ളൂ എന്ന്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്നാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ആദ്യം പറയുന്നത് മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഏത് വാക്കിൽ നിന്ന് വന്നു, അതുപോലെ തന്നെ അതിൻ്റെ മീനിങ് എന്താണ്, അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ്. മറന്നു പോകരുത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മളിപ്പം എപ്പോഴും പറയുന്ന ആ ഒരു വേർഡ് വന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിസിൽ നിന്നാണ്. ഈ കമ്മ്യൂണിസിൻ്റെ അർത്ഥമാണ് കോമൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്മ്യൂണിസിൽ നിന്നാണ് വന്നത്. അതിൻ്റെ അർത്ഥം കോമൺ എന്നാണ്. മറന്നു പോകരുത്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ലാറ്റിൻ വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡാണെന്ന് ഓർക്കുക. അതിൻ്റെ മീനിങ് ആണ് കോമൺ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് വന്നത്. ദെൻ അതിനുശേഷം അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്തെന്ന് പറയാം? ഹാവിങ് കോമൺ എക്സ്പീരിയൻസ് വിത്ത് അതർ പീപ്പിൾ. എന്താണ്? മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന കോമൺ എക്സ്പീരിയൻസിനെയാണ്. അതായത് ഇവിടെ ഒരു കോമൺ പറഞ്ഞില്ലേ, നമ്മുടെ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് കോമൺ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കോമൺ എക്സ്പീരിയൻസ് വിത്ത് അതർ പീപ്പിളിനെ ഷെയർ ചെയ്യാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കോമൺ ഐഡിയാസ് എന്ത് ചെയ്യാണ്? ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്തെന്ന് പറയാം? കമ്മ്യൂണിക്കേഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഐഡിയാസ്, ഒപ്പീനിയൻസ്, ഫീലിങ്സ്, ഫാക്ട്സ് എക്സെട്ര ഫ്രം വൺ പേഴ്സൺ ടു അനദർ. മറന്നു പോകരുത്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐഡിയാസോ ഫീലിങ്സോ ഒപ്പീനിയനോ ഇൻഫർമേഷനോ എന്ത് വേണമെങ്കിലും ഒരാളുടെ ഹാപ്പിനെസ്സോ എന്തോ ആയാലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഐഡിയാസ്,
ഒപ്പീനിയൻസ്, ഫീലിങ്സ്, ഫാക്ട്സ് എക്സെട്ര എന്ത് വേണേലും ആവാം കേട്ടോ, ഇൻഫർമേഷനോ എന്ത് വേണേലും ആവാം. ആരിൽ നിന്ന് പോകണം? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ വ്യക്തികളിലേക്കോ ഗ്രൂപ്പിലേക്കോ നമുക്ക് എന്ത് ചെയ്യാം? പാസ് ചെയ്യാം. അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് as the process through which ടു ഓർ മോർ പേഴ്സൺ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ്സാണ്. രണ്ടോ അതിലധികമോ വ്യക്തികളാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എമംഗ് ദംസെൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ അയാളുടെ കയ്യിലുള്ള ഒരു ഐഡിയ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് എന്ത് ചെയ്യണം? അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്ചേഞ്ചും ചെയ്യണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് മനസ്സിലാവുകയും വേണം അല്ലേ? അല്ലാതെ നമ്മൾ ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് കേൾക്കുന്ന ആൾക്ക് അതിനെ പറ്റിയിട്ട് യാതൊന്നും അറിയുന്നില്ല അല്ലെങ്കിൽ അത് മനസ്സിലാകുന്നില്ല എങ്കിൽ അവിടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? നമ്മൾ ആ വീഡിയോയിൽ എന്താണ് കണ്ടത്? അവിടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായോ? ഇല്ല. കാരണം എന്താ? ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പറ്റുന്നില്ല. അതായത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ സബോർഡിനേറ്റിന് പറ്റുന്നില്ല. അദ്ദേഹം എന്താണോ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാണ്ടാണ് അവിടെയുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. അതല്ലേ നമുക്കൊരു ചിരി വന്നത്. അതായത് അയാൾ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. അതിനെയാണ് നമ്മൾ അവിടെ ഒരു ബാരിയർ ആണ് അത് വരുന്നത്. പക്ഷെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത് എന്തായിരിക്കണം? ടു ഓർ മോർ പേഴ്സൺസ് കം ടു എക്സ്ചേഞ്ച് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്താണ്? ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുകയും വേണം, ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും വേണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് എന്നാണ് ആ ലാറ്റിൻ വേർഡ്. അതുപോലെ തന്നെ ആ വേർഡിൻ്റെ അർത്ഥം കോമൺ എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹാവിങ് കോമൺ എക്സ്പീരിയൻസ് വിത്ത് അതർ പീപ്പിൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു. എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഐഡിയാസ്, ഒപ്പീനിയൻ, ഫീലിങ്സ്, ഫാക്ട്സ് എക്സെട്ര. അവിടെ എക്സെട്ര ഇട്ടേക്കാണ്. എന്ത് വേണമെങ്കിലും അയാൾക്ക് എന്താണോ മറ്റൊരാളോട് പറയാനുള്ളത്, ചിലപ്പോൾ അയാളുടെ വിഷമങ്ങളായിരിക്കും അല്ലെങ്കിൽ അയാളുടെ സന്തോഷങ്ങളായിരിക്കും, എന്തായാലും അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. പിന്നെ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മളൊരു ഡെഫിനിഷൻ പോലെ പറഞ്ഞു. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു പ്രോസസ്സാണ്. അവിടെ എത്ര വ്യക്തികളുണ്ട്? രണ്ടോ അതിലധികമോ വ്യക്തികളുണ്ട്. എന്തിനു വേണ്ടിയിട്ട് അവരിങ്ങനെ ചുമ്മാ നിൽക്കുകയാണോ? അല്ല. ഒരാൾ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയയോ എന്ത് കാര്യമായാലും ഇൻഫർമേഷൻ ആയാലും എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്താണ്? അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരാൾ ഗ്രൂപ്പ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മീനിങ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്മ്യൂണിക്സ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കോമൺ എന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ നടത്തുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ ഒരു ഇൻഫർമേഷൻ, ഐഡിയയോ ഫീലിങ്സോ എന്തെങ്കിലും ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുകയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും വേണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എക്സ്ചേഞ്ചും അണ്ടർസ്റ്റാൻഡിങ്ങും അവിടെ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ദെൻ അതിനുശേഷം നമ്മൾ പറയുന്നത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. നമുക്ക് എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഒന്ന് അറിഞ്ഞിരിക്കുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് പാസിംഗ് ഇൻഫർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അത് ആര് പറഞ്ഞതാണ്? കെയ്റ്റ് ഡേവിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞതാണ് കമ്മ്യൂണിക്കേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ്. എന്താ? ഒരാളിൽ നിന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു, മറ്റേ ആൾക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, അത്രയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അവിടെ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. എന്തിൻ്റെ പ്രോസസ്സാണ്? പാസിംഗ് ഇൻഫർമേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ എന്ത് പാസ് ചെയ്യണം? ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും വേണം. ആരാണ്? ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് മനസ്സിലാക്കുന്നു. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് ആര് പറഞ്ഞു? കെയ്റ്റ് ഡേവിസ് പറഞ്ഞു. ദെൻ രണ്ടാമതായിട്ട് അടുത്തൊരു ഡെഫിനിഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിക്കി പറഞ്ഞേക്കുന്നത് എന്താണ്? അതൊരു പ്രോസസ്സാണ്. അവിടെയും പറയുന്നു അതൊരു പ്രോസസ്സാണ്. ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ എന്താണ്? ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ആരിൽ നിന്നാണ്? ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്. എല്ലാവരും പറയുന്ന ഒരു സെയിം സാധനമാണ്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം അടുത്തൊരു വ്യക്തി പറയാണ്, ഫ്രെഡ് മേയർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദി ഇന്റർകോഴ്സ് ബൈ വേർഡ്, ലെറ്റർ ഓർ മെസ്സേജസ്, ഇന്റർകോഴ്സ് ഓഫ് തോട്ട്സ് ഓർ ഒപ്പീനിയൻസ്. ഇറ്റ് ഈസ് ദി ആക്ട് ഓഫ് മേക്കിംഗ് വൺസ് ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻ നോൺ ടു അനദർ. നോൺ ടു അതർ ആണ് കേട്ടോ, നോൺ ടു അതർ. അതായത് അദ്ദേഹം എന്താ പറഞ്ഞേക്കുന്നത്? അദ്ദേഹം പറഞ്ഞേക്കാണ് അതൊരു ഇന്റർകോഴ്സ് ആണ്. എന്തൊക്കെ തമ്മിലുള്ള? വേർഡ്സോ ലെറ്ററോ അല്ലെങ്കിൽ മെസ്സേജസോ തമ്മിലുള്ള ഇന്റർകോഴ്സ് ആണ്. അപ്പോൾ
ഓർക്കുക, മേയർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ ഒരു വാക്ക് ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും. മേയർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്റർകോഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതായത് ഇന്റർകോഴ്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർകോഴ്സ് ഓഫ് വേർഡ്, ലെറ്റേഴ്സ് ഓർ മെസ്സേജ്. അതുപോലെ തന്നെ വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് ഇന്റർകോഴ്സ് ഓഫ് തോട്ട്സ് ഓർ ഒപ്പീനിയൻ. എന്താണ് ഇന്റർകോഴ്സ് ഓഫ് തോട്ട്സ് ഓർ ഒപ്പീനിയൻ? ഇറ്റ് ഈസ് ദി ആക്ട് ഓഫ് മേക്കിംഗ് വൺസ് ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് ടു അതർ, അല്ലെങ്കിൽ ടു നോൺ ടു അതർ, ഒപ്പീനിയൻ നോൺ ടു അതർ എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. എന്താണ് പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് ദി ആക്ട് ഓഫ് മേക്കിംഗ് വൺസ് ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻ നോൺ ടു അനദർ, നോൺ ടു അതർ. ഓക്കെ, നോൺ ടു അതർ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇന്റർകോഴ്സ് ഓഫ് വേർഡ്, ലെറ്റേഴ്സ് ഓർ മെസ്സേജ്, അതുപോലെ തന്നെ ഇന്റർകോഴ്സ് ഓഫ് തോട്ട്സ് ഓർ ഒപ്പീനിയൻ. അതുപോലെ തന്നെ ഇതൊരു ആക്ട് ആണ്. എന്താണ്? ഒരാളുടെ ഒപ്പീനിയനും ഐഡിയാസും മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ആക്ടിനെയാണ് എന്തെന്ന് പറഞ്ഞത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. ദെൻ അതിനുശേഷം അടുത്തൊരു വ്യക്തി പറയുന്നുണ്ട്, ലൂയിസ് അലൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സം ഓഫ് ഓൾ തിങ്സ്, സം ഓഫ് ഓൾ തിങ്സ്. അപ്പോൾ അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓൾ തിങ്സ് ആണ് ആര് പറഞ്ഞത്? അലൻ. അപ്പോൾ ആ ഓളും അലനും കൂടെ ഒന്ന് മാച്ച് ചെയ്ത് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഡെഫിനിഷൻ ഫുള്ളായിട്ട് എഴുതാനൊന്നും ചോദിക്കത്തില്ല. ഇൻ കേസ് ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആര് പറഞ്ഞാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ 2-3 കാര്യങ്ങളോ, ഇപ്പോൾ മേയർ എന്ന് പറയുന്ന ആൾ ഇന്റർകോഴ്സായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞതെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അലൻ എന്ന് പറയുന്നത് സം ഓഫ് ഓൾ തിങ്സ് ആണ് പറഞ്ഞതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഈസ് ദി സം ഓഫ് ഓൾ തിങ്സ് വൺ person does when he want to create understanding in the mind of another. It involves systematic and continuous process of telling, listening and understanding. എന്താണ് അലൻ പറഞ്ഞേക്കുന്നത്? അലൻ പറയുകയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർന്നതാണ്. അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എന്ത് പാസ് ചെയ്യാണ്? ഇൻഫർമേഷൻസ് പാസ് ചെയ്യാണ്. അതുപോലെ തന്നെ അവിടെ ഒരു സിസ്റ്റമാറ്റിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെല്ലിംഗ്, ലിസണിങ്, അണ്ടർസ്റ്റാൻഡിങ്, അതായത് പറഞ്ഞു കൊടുക്കുന്നു, അത് കേട്ട് ശ്രദ്ധിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? ശ്രദ്ധിച്ച കാര്യം മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ആര് പറഞ്ഞത്? അലൻ പറഞ്ഞത്. ടെല്ലിംഗ് ഉണ്ട്, ലിസണിങ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഓഫ് ഓൾ തിങ്സ് ആണ്. One person does when he want to create understanding in the mind of another. അതായത് ഒരാൾക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു കാര്യം മറ്റൊരാളിലേക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് എന്തെന്ന് പറയാം? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇപ്പൊ എന്റെ മനസ്സിലൊരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അതിനെ എല്ലാം എന്തെന്ന് പറയാമെന്നാണ് അലൻ പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ അദ്ദേഹം സ്പെസിഫൈ ചെയ്ത് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഇൻവോൾവ് സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് ഓഫ്, അതായത് സിസ്റ്റമാറ്റിക്കും നല്ല അടുക്കും ചിട്ടയോടും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് പ്രോസസ്സുകൾ ചേരണം. ഏതൊക്കെ പ്രോസസ്സുകൾ? ടെല്ലിംഗ്, ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ പറയണം, പറയുന്ന കാര്യം കേട്ടോണ്ടിരിക്കണം, അതുപോലെ തന്നെ അത് മനസ്സിലാക്കണം. ചുമ്മാ കേട്ടോണ്ടിരുന്ന് നമ്മൾ വേറെ എന്തെങ്കിലും ആലോചിച്ചിരുന്നാൽ അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പറയുന്ന കാര്യം പറയുന്ന രീതിയിൽ മനസ്സിലാകണം, എങ്കിൽ മാത്രമേ അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകൂ. അപ്പോൾ നമ്മൾ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. മീനിങ്ങിനകത്ത് ഏത് വാക്കിൽ നിന്നാണ് വന്നത്, ആ വാക്കിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ അതിനുശേഷം ഒരു 4 ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞു. ഡെഫിനിഷൻസ് അങ്ങ് മസ്റ്റ് ആയിട്ട് നമ്മൾ ഫുള്ളായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കീ വേർഡ്സ് ഓർത്തിരിക്കുകയാണെങ്കിൽ ഇത് ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അതിനുശേഷം നമുക്കിനി പറയാനുള്ളത് കമ്മ്യൂണിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ സവിശേഷതകളാണ് ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉള്ളത് എന്നാണ്. എന്തൊക്കെ സവിശേഷതകളാണ് ഒരു കമ്മ്യൂണിക്കേഷനകത്ത്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ് എങ്കിൽ അതിന് വേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 person, മിനിമം ഒരു 2 വ്യക്തികളെങ്കിലും എവിടെ ഉണ്ടാവണം? കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഉണ്ടാകണം. മിനിമം ഒരു 2 വ്യക്തികളെങ്കിലും കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഉണ്ടാകണം. അതാണ് പറയുന്നത് ആദ്യത്തെ പോയിന്റ് ആയിട്ട്. ഇറ്റ് ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 person. ഇറ്റ് ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 person. ഇനി ആരൊക്കെയാണ് വ്യക്തികൾ എന്ന് നമ്മളൊന്ന് പറയുന്നുണ്ട്. ദ സെൻഡർ, എ സെൻഡർ ആൻഡ് എ റിസീവർ. അതായത് നിങ്ങൾ ഈ പിക്ചറിലിട്ട് നോക്കിയേ, എന്താണ് അവിടെ പറയുന്നത്? ഒരാൾ എന്തോ പറയുന്നു, മറ്റേ ആൾ അത് കേൾക്കുന്നു. നമ്മൾ കുഞ്ഞുനാളിലൊക്കെ കളിച്ചിട്ടില്ലേ, ഇങ്ങനെ ഒരാൾ പറയുന്നു, മറ്റേ ആൾ ചെവിയിൽ ഇങ്ങനെ വെച്ച് കേൾക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? 2 പേരുണ്ട്. ഇയാളാണ് പാസ് ചെയ്യുന്നത്, ഇയാളാണ് പറയുന്നത്. ഇയാളെ നമുക്ക് എന്തെന്ന് പറയാം? സെൻഡർ എന്ന് പറയാം. ഓക്കെ, ദെൻ ആരിലേക്കാണ് മെസ്സേജ് എത്തുന്നത്? ആരാണ് അത് കേൾക്കുന്നത്? അയാളെ നമുക്ക് റിസീവർ എന്ന് പറയാം. ഓക്കെ, റിസീവർ. അപ്പോൾ ഇവിടെ ആരൊക്കെയുണ്ട്? സെൻഡറും റിസീവറും ഉണ്ട്. റിസീവർ ഒറ്റൊരാളാണ് എന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ കൊടുത്തതേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ആകാം കേട്ടോ. ദെൻ അതിനുശേഷം ദ സെൻഡർ ഈസ് കോൾഡ് കമ്മ്യൂണിക്കേറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻഡറിന്റെ മറ്റൊരു പേരാണ് കമ്മ്യൂണിക്കേറ്റർ. മറന്നു പോകരുത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരാണ്, അയാളെയാണ് സെൻഡർ അല്ലെങ്കിൽ
കമ്മ്യൂണിക്കേറ്റർ. അപ്പൊ ഇവിടെ ആരായിരിക്കും കമ്മ്യൂണിക്കേറ്റർ? ഇദ്ദേഹമാണ് കമ്മ്യൂണിക്കേറ്റർ അല്ലെ, അദ്ദേഹമാണല്ലോ സെൻഡർ. സെൻഡറിന്റെ മറ്റൊരു പേരാണ് കമ്മ്യൂണിക്കേറ്റർ. ആൻഡ് ദ റിസീവർ ഓഫ് ദി മെസ്സേജ് ഈസ് നോൺ ആസ് കമ്മ്യൂണിക്കേറ്റീവ്. മറന്നു പോകരുത്, സെൻഡറിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുമ്പോൾ റിസീവറെ നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് എന്നാണ് പറയുന്നത്. തിരിഞ്ഞു പോകരുത്, സെൻഡറിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുമ്പോൾ റിസീവറിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു മിനിമം 2 വ്യക്തികൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 വ്യക്തികൾ വേണം. ഒരാൾ സെൻഡറും മറ്റേയാൾ റിസീവറും ആണ്. അതുപോലെ തന്നെ സെൻഡർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റർ എന്നുകൂടി ഒരു പേര് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ റിസീവർ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് എന്നും കൂടെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ എ പേഴ്സൺ ഹു സ്പീക്ക്, റൈറ്റ് ഓർ ഇഷ്യൂ സം ഇൻസ്ട്രക്ഷൻ ഈസ് കോൾഡ് സെൻഡർ. അതായത് സെൻഡറിന്റെ ജോലി എന്താ, അല്ലെങ്കിൽ സെൻഡർ എന്താണ് ചെയ്യുന്നത്? സെൻഡർ ചെയ്യുന്നത് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാണ്. ഈ ഒരു പിക്ചറിൽ എന്താണ്, അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, അയാളുടെ വായിലാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ അയാൾ അത് എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് ആര് കേൾക്കുന്നുണ്ട്? റിസീവർ കേൾക്കുന്നുണ്ട്. ഇവിടെയും അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. സെൻഡറിനാണ് കുറച്ച് ഐഡിയയോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ ഫീലിങ്സോ ഇൻഫർമേഷനോ ഒക്കെ ഉള്ളത്. അദ്ദേഹം അത് പാസ് ചെയ്യാണ്. ആരിലേക്കാണ് എത്തുന്നത്? ആർക്കാണ് അത് കിട്ടുന്നത്? റിസീവർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീക്കാണ് അത് കിട്ടുന്നത്. ഓക്കെ, ദെൻ നോക്കുക. എ പേഴ്സൺ ഹു സ്പീക്ക്, റൈറ്റ് ഓർ ഇഷ്യൂ സം ഇൻസ്ട്രക്ഷൻ ഈസ് ദി സെൻഡർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റർ. എന്താണ് പറഞ്ഞത്? ആരാണോ കുറച്ച് കാര്യങ്ങൾ സ്പീക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് സെൻഡ് ചെയ്യുന്നതോ അദ്ദേഹത്തെ നമുക്ക് എന്തെന്ന് പറയാം? സെൻഡർ എന്ന് പറയാം. ഇനി ആരിലേക്കാണ് ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് ഈ മെസ്സേജ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ റിസീവ് ചെയ്യുന്നത്? അദ്ദേഹത്തെ നമുക്ക് റിസീവർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് എന്ന് പറയാം. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. അവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺസ് ഉണ്ടാവണം. ഈ 2 പേഴ്സൺ ആരൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു? സെൻഡറും റിസീവറും ആണ്. അതുപോലെ തന്നെ അവർക്ക് വരുന്ന വേറെ 2 പേരുകൾ നമ്മൾ പറഞ്ഞു. സെൻഡറിന് എന്തെന്ന് പറയാം? കമ്മ്യൂണിക്കേറ്റർ എന്നും അതുപോലെ തന്നെ റിസീവറിന് നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് എന്നും പറയാം. സെൻഡർ ആയിരിക്കും മെസ്സേജസ് പാസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ റിസീവർ ആയിരിക്കും ആ മെസ്സേജ് സ്വീകരിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആദ്യത്തെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് സെൻഡറും റിസീവറും മാറിപ്പോവാതെ ഇങ്ങനെ ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ദെൻ അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷന്റെ രണ്ടാമത്തെ ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻ കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് ഈസ് മസ്റ്റ്. മെസ്സേജ് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വേണം അല്ലേ. ചുമ്മാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേര് നോക്കി നിന്നാൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആവോ? നോട്ടത്തിൽ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലേ. നമ്മൾ ലവേഴ്സിനെയൊക്കെ കണ്ടിട്ടില്ലേ, കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ചുമ്മാ അല്ലാതെ വെറുതെ നിൽക്കാനോ ഒന്നും പറയാനില്ല നിൽക്കുന്നവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്ത് മസ്റ്റാണ്? ഒരു മെസ്സേജ് മസ്റ്റാണ്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷന്റെ സബ്ജക്റ്റ് മാറ്ററിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. മറന്നു പോരുത്, ഒരു കമ്മ്യൂണിക്കേഷന്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണോ നമ്മൾ പറയുവാൻ ആഗ്രഹിച്ചത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷന്റെ സബ്ജക്റ്റ് മാറ്ററിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറഞ്ഞത്. എക്സാമ്പിൾ നോക്കിയേ, ദ കണ്ടന്റ് ഓഫ് എ ലെറ്റർ, അതായത് ഒരു ലെറ്ററിനകത്തുള്ള കണ്ടന്റ് അതായിരുന്നു നമ്മുടെ മെസ്സേജ്, അതാണ് നമ്മൾ പറയുവാൻ ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ ഒരു സ്പീച്ചിനകത്തുള്ള കണ്ടന്റ് അതാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ മെസ്സേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഓർഡറിനകത്ത കണ്ടന്റ്, ഇൻസ്ട്രക്ഷൻസ്, സജഷൻസ്, ഇതെല്ലാം എന്താണ്? അതിന്റെ സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ മെസ്സേജ് ആണ്. എ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് കൺവേ സം മെസ്സേജസ്. ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്തുണ്ടായിരിക്കണം? എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്താലേ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് ഓറലോ റിട്ടണോ അല്ലെങ്കിൽ വെർബലോ നോൺ വെർബലോ എന്ത് വേണമെങ്കിലും ആവാം. അല്ലാണ്ട് ഒന്നുമില്ലാണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. എന്തെങ്കിലും ഒരു മെസ്സേജ് അവിടെ എന്താണ്? മസ്റ്റാണ്. അപ്പോൾ 2 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ആദ്യം നമ്മൾ പറഞ്ഞത് മിനിമം എത്ര വ്യക്തികൾ വേണം? 2 വ്യക്തികൾ വേണം. അതുപോലെ തന്നെ അവിടെ ഒരു മെസ്സേജ് മസ്റ്റ് ആയിട്ടും വേണം. അതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. ദെൻ മൂന്നാമത്തതാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് റിട്ടൺ, ഓറൽ ഓർ ജെസ്ട്രൽ. അതാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ എന്തുണ്ടായിരിക്കണം? ഒരു സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടായിരിക്കണം, മെസ്സേജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ആ മെസ്സേജ് എങ്ങനെയൊക്കെ ആവാം എന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി അണ്ടർസ്റ്റുഡ് ആസ് സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്സ്. അതായത് നമ്മൾ കൂടുതൽ തവണയും കേട്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എഴുതി വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കും, ഇല്ല എഴുതുന്നത് വരാം. അപ്പോൾ വേർഡ്സ് ഇങ്ങനെ പറയുന്നതായാലും റിട്ടണിൽ നമ്മൾ എഴുതി കൊടുക്കുന്നതായാലും അത് രണ്ടും കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ റിയാലിറ്റിയിൽ നമ്മൾ എന്താണ്
വേറെ കുറേ കമ്മ്യൂണിക്കേഷനും കൂടി ഉണ്ട് അല്ലേ? എന്തൊക്കെയാവാം? ഇപ്പം ഞാൻ ഒരാൾ എന്തെങ്കിലും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ കണ്ണടച്ച് കാണിക്കാം അല്ലേ? കണ്ണടച്ച് കാണിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലാവും എനിക്കത് വേണ്ട, താല്പര്യമില്ല എന്ന്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഷോൾഡർ വിങ്ക് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഹാൻഡ് ഷേക്ക് ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഏതെങ്കിലുമൊക്കെ ബോഡി പാർട്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ മൂവ്മെൻറ്റ് കാണിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ജെസ്റ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ജെസ്റ്ററൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റിട്ടൺ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ് എഴുത്ത്. ഇപ്പം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ലെറ്റർ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ ഓർഡറൊക്കെ നമുക്ക് ലെറ്ററിലല്ലേ വരുന്നത്, അങ്ങനെയുള്ളത് വരാം. അല്ലെങ്കിൽ ഓറലായിട്ട് നമുക്ക് വാക്കുകൊണ്ട് കുറേ സജഷൻസ് ഒക്കെ പറയാം. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാനുള്ളത് നാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വാഗുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഓറൽ എന്ന് പറയാം. ജെസ്റ്ററൽ എന്താണ്? നമ്മുടെ ബോഡി മൂവ്മെൻ്റ് ആണ്. നമ്മുടെ ജെസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് കൺവേ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ജെസ്റ്റേഴ്സ് എന്ന് പറയാം. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെ എഴുതി കൊടുത്തോ അല്ലെങ്കിൽ പറഞ്ഞോ ആണോ? നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ കണ്ണുകൾ കൊണ്ട് സംസാരിക്കും, അല്ലെങ്കിൽ കൈകൾ കൊണ്ട് സംസാരിക്കും അല്ലേ? ഷോൾഡർ വെച്ച് സംസാരിക്കും, തലയാട്ടി കാണിക്കും അല്ലേ? നമ്മൾ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നത് ഇല്ല എന്ന് കാണിക്കും, അല്ലെങ്കിൽ വേണമെന്ന് ഇങ്ങനെ കാണിക്കും. അതൊക്കെ എന്താണ്? ജെസ്റ്ററൽ ആണ്. നമ്മുടെ ബോഡി മൂവ്മെന്റ് വെച്ചിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് കമ്മ്യൂണിക്കേഷനകത്ത് ആരൊക്കെ ഉണ്ടാവണം? സെൻഡറും റിസീവറും ഉണ്ടാവണം. ദെൻ അതിനുശേഷം അവിടെ ഒരു സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ മെസ്സേജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ദെൻ പറഞ്ഞത് റിട്ടൺ അല്ലെങ്കിൽ ഓറൽ, അതും അല്ലെങ്കിൽ ജെസ്റ്ററൽ ആവാമെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് ടു വേ പ്രോസസ്. ഓക്കെ, ടു വേ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ടു വേ പ്രോസസ്സാണ്. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ആദ്യത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? അവിടെ ഒരു സെൻഡറും റിസീവറും ഉണ്ട്. സെൻഡറിൽ നിന്ന് ഒരു മെസ്സേജ് അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒരു ഫീഡ്ബാക്ക് ആര് കൊടുക്കും? റിസീവർ സെൻഡറിന് കൊടുക്കും അല്ലേ? ഞാനൊരു കാര്യം ഒരാളിലോട്ട് പറഞ്ഞിട്ട് അയാൾ അത് കേട്ടിട്ട് ഇങ്ങനെ അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ കേൾക്കാത്ത പോലെ നിന്നാൽ അവിടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണോ? അല്ല, ഞാൻ പറഞ്ഞതിന് എനിക്കൊരു റെസ്പോൺസ് കിട്ടണം അല്ലേ? എങ്കിലാണ് അവിടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു two-way process ആണ്. It involves both the information and understanding. Communication is not complete unless the receiver has understood the message properly. എന്താണ്? നമ്മുടെ റിസീവറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്ത് നമ്മൾ കൊടുത്ത മെസ്സേജ് അല്ലെങ്കിൽ സെൻഡർ കൊടുത്ത മെസ്സേജ് പ്രോപ്പറായിട്ട് മനസ്സിലാവുകയും വേണം. ആൻഡ് ഹിസ് റിയാക്ഷൻ ഓർ റെസ്പോൺസ് ഈസ് നോൺ ടു ദി സെൻഡർ. എന്താണ്? അദ്ദേഹത്തിന്റെ റിയാക്ഷൻ ആരിലേക്ക് എത്തിച്ചേരണം? സെൻഡറിലേക്ക് എത്തിച്ചേരണം. നോക്കിയേ, സെൻഡർ ഒരു മെസ്സേജ് ആർക്ക് കൊടുത്തു? റിസീവറിന് കൊടുത്തു. റിസീവർ അത് മനസ്സിലാക്കി, ആ ഒരു മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചൊരു റെസ്പോൺസ് ആർക്ക് കൊടുക്കണം? ഇങ്ങോട്ട് കൊടുക്കണം. അല്ലാതെ ഒരു സൈഡിലോട്ട് മാത്രമാണെങ്കിൽ അത് വൺ വേ ആണ്. ഒരിക്കലും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വൺ വേ പ്രോസസ് അല്ല, അവിടെ ഒരു ടു വേ പ്രോസസ്സാണ്. ടു വേ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് അങ്ങോട്ട് കൊടുക്കുന്ന സാധനത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഇങ്ങോട്ടും കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ സെൻഡറിന് മനസ്സിലാവൂ എന്ത്? റിസീവറിന് ആ കാര്യം കേട്ടു എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് മനസ്സിലായി, ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായി എന്നുള്ള കാര്യം ആർക്ക് മനസ്സിലാവണം? സെൻഡറിന് മനസ്സിലാവണം. എങ്കിൽ മാത്രമല്ല അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടു വേ പ്രോസസ് ആണ്. എന്താണ്? സെൻഡറിൽ നിന്ന് ഒരു മെസ്സേജ് ആരിലേക്ക് എത്തുന്നു? റിസീവറിലേക്ക് എത്തുന്നു. റിസീവർ അതിനുള്ള റെസ്പോൺസ് ആർക്ക് കൊടുക്കണം? ടു വേ ആകുമ്പോൾ ഇങ്ങോട്ടും വേണ്ടേ? ഇതിപ്പോൾ വൺ വേ ആയി. ഇനി എന്താണ്? റിസീവർ ആ ഒരു സാധനം ആർക്കും കൊടുക്കണം, അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ആരിലേക്കും എത്തിക്കണം? സെൻഡറിലേക്കും എത്തിക്കണം. അപ്പോൾ മറന്നു വരുത്, നാലാമതായിട്ട് നമ്മൾ പറഞ്ഞ ഫീച്ചർ എന്തായിരുന്നു? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടു വേ പ്രോസസ് ആണ്. അപ്പോൾ രണ്ട് വ്യക്തികൾ ചേരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ആ രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ആയിരിക്കണം. ഓക്കെ, സെൻഡറിൽ നിന്നൊരു കാര്യം റിസീവറിലേക്ക് എത്തുമ്പോൾ റിസീവർ അതിനുള്ള റെസ്പോൺസ് എന്ത് ചെയ്യണം? സെൻഡറിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റ് എന്ന് ഇവിടെ കൊടുത്തേക്കുന്നത് അല്ലെങ്കിലാണ് കേട്ടോ. റിസീവർ ഒന്നും പറഞ്ഞ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതോ അല്ലെങ്കിൽ പ്രോപ്പർലി ഇങ്ങോട്ട് ഫീഡ്ബാക്ക് കൊടുത്തില്ലെങ്കിൽ അവിടെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? സെൻഡർ ഒരു മെസ്സേജ് റിസീവറിന് കൊടുത്തു കഴിഞ്ഞാൽ റിസീവർ അതിനുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റിപ്ലൈ ആർക്ക് കൊടുക്കണം? സെൻഡറിന് കൊടുക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഇറ്റ്സ് പ്രൈമറി പർപ്പസ് ഈസ് ടു മോട്ടിവേറ്റ് എ റെസ്പോൺസ്. എന്താണ്? ഒരു റെസ്പോൺസ് എന്തായാലും കിട്ടണം. ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു സംഭവം തന്നെയാണ്. സെൻഡർ ഒരു മെസ്സേജ് ആരിലേക്ക് കൊടുക്കുന്നു? റിസീവറിലേക്ക് കൊടുക്കുമ്പോൾ സെൻഡർ എന്താ വിചാരിക്കുന്ന? കേട്ട ആൾ അല്ലെങ്കിൽ അവനത് മനസ്സിലാക്കിയിട്ട് എനിക്കൊരു റെസ്പോണ്ട് തരണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് അല്ലേ? അല്ലാതെ എന്താ അവനത് കേട്ടിട്ട് ഏതെങ്കിലും വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കാര്യം ഒരാളോട് പറയുന്നത്? അല്ല, അതിന് പ്രോപ്പറായിട്ട് അയാൾക്കത് മനസ്സിലാവണം, അയാൾ അതിന് എനിക്കൊരു റെസ്പോണ്ട് തരണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു റെസ്പോൺസ്
റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുക. അല്ലാണ്ട് ഞാൻ എനിക്ക് തോന്നുന്നത് പറയുന്നു, അവൻ വേണമെങ്കിൽ കേൾക്കട്ടെ, അല്ലെങ്കിൽ അവൻ അത് മനസ്സിലാവട്ടെ ആവാതിരിക്കട്ടെ, അങ്ങനെയൊന്നും അല്ല വിചാരിക്കേണ്ടത്. സെൻഡർ എപ്പോഴും വിചാരിക്കേണ്ടത് റിസീവറിന് മനസ്സിലാവുന്ന രീതിയിൽ റിസീവറിൻ്റെ ആ ഒരു കാലിബർ വെച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സെൻഡർ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ അവിടെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവൂ, അതായത് റെസ്പോൺസ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അയാൾക്ക് ആ കാര്യം മനസ്സിലായില്ലെങ്കിൽ അവിടെ ഒരു റെസ്പോൺസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ സെൻഡർ എന്ത് ചെയ്യണം, സെൻഡറിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കണം ഒരു സെൻഡറിന്റെ പ്രൈമറി പർപ്പസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷന്റെ തന്നെ പ്രൈമറി പർപ്പസ് എന്തായിട്ടാണ് പറയുന്നത്, മോട്ടിവേറ്റ് എ റെസ്പോൺസ് ആണ്. ഓക്കെ, നോക്കുക. ദ പ്രൈമറി പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ടു മോട്ടിവേറ്റ് എ റെസ്പോൺസ് ഓർ ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ. ഒന്നെങ്കിൽ ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അല്ലേ, ഒരു കാര്യം ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുമ്പോൾ എന്താണ് അവിടെ ഒരു ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ, നിങ്ങളുടെ ഒരു ബിഹേവിയറിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെയും പ്രൈമറി പർപ്പസ് അത് തന്നെയാണ്. ഒന്നുകിൽ ഒരു റെസ്പോൺസ് മോട്ടിവേറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തക്കത്തിലുള്ളതായിരിക്കണം എന്ത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് മോട്ടിവേറ്റ് എ റെസ്പോൺസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ. ഇത് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ പഠിച്ചോളുക. പ്രൈമറി പർപ്പസ് എന്താണ്, മോട്ടിവേറ്റ് എ റെസ്പോൺസ് ഓർ ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ. മറന്നു പോകരുത്, നമുക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ് ആ സെക്ഷനിൽ നിന്ന് കേട്ടോ. ദെൻ അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഫോർമൽ ഓർ ഇൻഫോർമൽ. പേരോർത്ത് വെച്ചേക്കുക, ഫോർമൽ ഓർ ഇൻഫോർമൽ. കമ്മ്യൂണിക്കേഷൻ ഒന്നെങ്കിൽ ഫോർമൽ ആകാം അല്ലെങ്കിൽ ഇൻഫോർമൽ ആകാം. എന്താണ് ഫോർമൽ അല്ലെങ്കിൽ എന്താണ് ഇൻഫോർമൽ? ഫോർമൽ എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള വേയിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത് എങ്കിൽ അതിനെ ഫോർമൽ എന്നും, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ റിലേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതാണ് എങ്കിൽ അതിനെ നമുക്ക് ഇൻഫോർമൽ എന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങളൊരു ഓർഗനൈസേഷൻ്റെ കാര്യത്തിലേക്ക് വന്നേ, ഒരു ഓർഗനൈസേഷനിൽ അവിടെ കുറച്ച് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ഒക്കെ ഉണ്ട് അല്ലേ, ടോപ്പ് ലെവല്, മിഡിൽ ലെവല്, അതുപോലെ തന്നെ ലോവർ ലെവൽ. അപ്പോൾ ആ ഒരു അതോറിറ്റി അതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഓർഡർ നമ്മുടെ ടോപ്പ് ലെവലിലുള്ള ഒരു മാനേജ്മെൻറ്റ് ഓർഡർ ഇടുകയാണ് എങ്കിൽ ആ ഓർഡർ ഏത് ലെവലിലൂടെ പോകും, നമ്മുടെ ടോപ്പ് ലെവലിൽ നിന്ന് മിഡിൽ ലെവലിലേക്ക്, അതിൽ നിന്ന് ലോവർ ലെവലിലേക്ക്, അതിൽ നിന്നാണ് എംപ്ലോയീസിലേക്ക് പോകുന്നത്. അതിനെന്താണ്, ഒരു ഫോർമൽ സ്ട്രക്ചർ ഉണ്ട്. ഇങ്ങനെ ഫോർമൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇനി ഇൻഫോർമൽ എന്താണ്, ഇങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ കൊളീഗിനോട് ഞാൻ വേറെ കാര്യങ്ങൾ ഗോസിപ്പ് പറയുന്നു, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നു, അല്ലാതെ ഒരു ഓർഡറോ സജഷനോ ഒന്നും അല്ല. അല്ലാണ്ട് നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതൊരു ഫോർമൽ രീതിക്കായിരിക്കത്തില്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരിക്കലും അതിനൊരു സ്കെയിലൊന്നും കാണത്തില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ പേഴ്സണൽ റിലേഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ കോണ്ടാക്ട് വെച്ചിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്തെന്ന് പറയാം, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ്, രണ്ട് വ്യക്തികളിൽ നിന്ന് ചുമ്മാ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു, അവിടെ ഒരു ഫോർമാലിറ്റി ഒന്നും അവർ കീപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ ആരാന്ന് പോലും നമുക്കറിയത്തില്ല അല്ലേ, രണ്ട് വ്യക്തികളാണ്. ഇനി ഫോർമലിലേക്ക് വന്നാൽ എന്താണ്, അവിടെ നമുക്ക് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ പോലെ കാണുന്നില്ലേ, ഒരു വ്യക്തി ആ ഒരു ടീം ലീഡർ അതിനെ സംസാരിക്കുന്നു, ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യാണ്, അത് കേട്ട് റെസ്പോണ്ട് ചെയ്യാണ്. അപ്പോൾ അവിടെ എന്താണ്, ഒരു ഫോർമൽ വേയിലാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നും, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ കൊളീഗ്സിനോടും ഒക്കെ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഫോർമൽ രീതികളൊന്നും ഇല്ലാണ്ട് നമ്മൾ ചുമ്മാ സംസാരിക്കുന്ന കാര്യങ്ങളും ഗോസിപ്പും ഒക്കെ നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഫോളോസ് ദ ഫോർമൽ ചാനൽ പ്രൊവൈഡഡ് ഇൻ ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ. മറന്നു പോകരുത്, ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫോർമൽ ചാനൽസ് വഴി തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ് അല്ലേ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമൽ ചാനലിലൂടെയാണ് നടക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഫോർമൽ ചാനലിലൂടെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത് എങ്കിൽ അതിനെ നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും, ഇൻഫോർമൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ആർ നോട്ട് പ്രൊവൈഡഡ് ഇൻ ദി, നോട്ട് ആണ് കേട്ടോ, വിച്ച് ആർ നോട്ട് പ്രൊവൈഡഡ് ഇൻ ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതായത്
ഓർഗനൈസേഷൻ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്ത ചാനലിലൂടെയൊന്നും അല്ല, പകരം നമ്മുടെ പേഴ്സണൽ കോണ്ടാക്റ്റും റിലേഷൻഷിപ്പും വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അവിടെ ഒരു ഫോർമാലിറ്റി ഇല്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഫോർമൽ ചാനൽ ഇല്ല. അത് എപ്പോഴും നമുക്ക് ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ല ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു സുഹൃത്ത് ബന്ധങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. ഓക്കെ, അത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ടോക്കുകളാണ് അവിടെ വരുന്നത്. ഗോസിപ്പോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ പക്ഷേ എപ്പോഴും സ്പീഡി ആയിട്ടുള്ള പ്രോസസ്സ് ഏതായിരിക്കും? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കുമോ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊരു കാര്യം ഒരു വ്യക്തി ഫോർമലായിട്ട് പറയുന്നതിനേക്കാൾ ഇഷ്ടം എന്താ? ഇൻഫോർമൽ രീതിയിൽ പറയാണ്, നമ്മൾ കളിയാക്കി അല്ലെങ്കിൽ ചിരിച്ച്, അതും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞു തരുമ്പോൾ നമുക്കത് കുറച്ച് ഇഷ്ടമാണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ പറഞ്ഞു തരുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്നു, അതൊക്കെ എന്താണ്? പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കും. നമ്മളത് പെട്ടെന്ന് വേറൊരാളോട് ചെന്ന് പറയുകയും ചെയ്യത്തില്ലേ? ഗോസിപ്പുകളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത്? ഒരാൾ കേട്ട് കഴിഞ്ഞ് അതിൻ്റെ സത്യമാണോ ശരിയാണോ എന്നൊന്നും നോക്കാതെ തന്നെ എന്ത് ചെയ്യും? അത് മറ്റൊരാളിലേക്ക് ഇങ്ങനെ അങ്ങ് പാസ് ചെയ്ത് പോവുകയാണ് അല്ലേ? അതുപോലെ ഒരിക്കലും ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്ത് പോവുക, അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. മാത്രമല്ല അതിന് കുറച്ച് സമയമെടുക്കും. ഞാൻ പറഞ്ഞു, നമ്മുടെ ആ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ ടോപ്പ് ലെവലിൽ എത്തുന്നു, ടോപ്പ് ലെവലിൽ നിന്ന് പിന്നെ മിഡിൽ ലെവലിൽ എത്തുന്നു, അത് കഴിഞ്ഞ് ലോവർ ലെവലിൽ എത്തുന്നു, അത് കഴിഞ്ഞ് എംപ്ലോയിൽ എത്തുന്നു അല്ലേ? അപ്പോൾ അത്രയും ഒരു താമസമുണ്ട്. പകരം ഈ ടോപ്പ് ലെവലിലുള്ള ഒരാൾ നമ്മുടെ എംപ്ലോയി ആയിട്ട് എന്തെങ്കിലും ഒരു പേഴ്സണൽ കോൺടാക്റ്റ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ എക്സാമ്പിളാണ്, അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ ഫോർമൽ രീതിയിലൊന്നും അല്ലാതെ വൈകിട്ട് ചായ കുടിക്കുന്ന സമയത്ത് ജസ്റ്റ് അയാളോടൊന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവർ റൂംമേറ്റോ അങ്ങനെ എന്തെങ്കിലും ആണ് എങ്കിൽ അവർ ചുമ്മാ ഒന്ന് പറയുന്ന കാര്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാ എംപ്ലോയീസും അറിഞ്ഞിരിക്കും അല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ്? ഇൻഫോർമൽ ആണ്. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് എവിടെയാണ്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലാണ്. ഓർത്ത് വെക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയുണ്ട്? ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് ആണ് ഉള്ളത്. ദെൻ അതിനുശേഷം അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് ഓൾസോ ഫ്രം സൈഡ് ടു സൈഡ്. എന്താണ്? കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഫ്ലോ ആണ് പറഞ്ഞത്. മുകളിലോട്ടോ താഴോട്ടോ അല്ലെങ്കിൽ സൈഡ് ടു സൈഡോ എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് പറഞ്ഞല്ലേ? എന്തായിരുന്നു? മുകളിലൊരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഉണ്ട്, ദെൻ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഉണ്ട്, അതിനുശേഷം ലോവർ ലെവൽ മാനേജ്മെന്റും ഉണ്ട്. ഓക്കെ അല്ലേ? ഇതിന് താഴെയാണ് ആര് വരുന്നത്? എംപ്ലോയീസ് വരുന്നത്. മാനേജേഴ്സ് അല്ലാത്ത നമ്മുടെ വർക്കേഴ്സ് വരുന്നു. അപ്പോൾ ഈ എന്താണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അതും അല്ലെങ്കിൽ സൈഡ് ടു സൈഡ് എന്നൊക്കെ പറഞ്ഞാൽ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലേക്ക് പോവാണ്. അതായത് എംപ്ലോയീസിൽ നിന്ന് ഇൻഫർമേഷൻസ് ആരിലേക്ക് പോവാണ്? ലെവൽസ് ഓഫ് ലോവർ ലെവലിൽ പോവാം, അതുപോലെ മിഡിൽ ലെവലിൽ പോവാം, പിന്നെ ഇവിടെ പോവാം ടോപ്പ് ലെവലിൽ പോവാം. അങ്ങനെ മുകളിലോട്ടാണ് പോകുന്നത് എങ്കിൽ അതിനെ നമുക്ക് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. എന്താണ്? മുകളിലോട്ടാണ് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്. ഇനി തിരിച്ചു വരാലോ, ടോപ്പ് ലെവലിന് കാര്യങ്ങൾ എംപ്ലോയീസിനെ അറിയിക്കാമല്ലോ. അപ്പോൾ അതെന്താണ്? താഴേക്ക് വരും അല്ലേ? ടോപ്പ് ലെവലിൽ നിന്ന് മിഡിൽ ലെവലിലേക്ക് വരാം, പിന്നെ ലോവർ ലെവലിലേക്ക് വരാം, എംപ്ലോയീസിലേക്ക് വരാം. ഈ ഫ്ലോ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ പോവാം, അത് കുഴപ്പമില്ല. പക്ഷേ എന്താണ്? അപ്വേർഡ് എന്ന് പറയുമ്പോൾ മുകളിലേക്ക്, എംപ്ലോയീസിൽ നിന്ന് ഡയറക്റ്റ് വേണമെങ്കിൽ മിഡിൽ ലെവലിൽ എത്തിക്കാം അല്ലേ? ഇപ്പോൾ അങ്ങനെയൊക്കെയുണ്ട്. നമ്മുടെ ഒരു ടൈം ലാഗ് വരുന്നത് കൊണ്ട് നമ്മുടെ ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ട. ജസ്റ്റ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാകാം? അപ്വേർഡിലാവാം, ഡൗൺവേർഡിലാവാം, സൈഡ് വേർഡ് ആവാം. സൈഡ് വേർഡ് എന്തായിരിക്കും? ഇപ്പോൾ അപ്വേർഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് മുകളിലേക്കാണെങ്കിൽ അപ്വേർഡും, അതുപോലെ തന്നെ ഹയർ അതോറിറ്റിയിൽ നിന്ന് താഴേക്ക് ഇപ്പോൾ ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ എന്താണ്? ഹയർ പോളിസീസും ഒക്കെ ഹയർ അതോറിറ്റീസ് നിശ്ചയിച്ചിട്ട് അത് താഴേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതെന്താണ്? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി എംപ്ലോയീസിന്റെ ഗ്രീവൻസും പരാതികളോ അല്ലെങ്കിൽ അവരുടെ സജഷൻസോ ഒക്കെ ആരെ അറിയിക്കാം? മുകളിലേക്കുള്ള മാനേജേഴ്സിനെ അറിയിക്കാം. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? മുകളിലേക്കുള്ളതാണ്, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി സൈഡ് ടു സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഈ ലോവർ ലെവലിൽ തന്നെ അല്ലെങ്കിൽ മിഡിൽ ലെവലിൽ തന്നെ കുറേ മാനേജേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. മാനേജർ 1, 2 അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ. ഇവിടെ നമുക്ക് കാണാം പ്രൊഡക്ഷൻ ഒരു ബിസിനസ്സിൽ ആരൊക്കെയുണ്ട്? പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട്, മാർക്കറ്റിംഗ് മാനേജർ ഉണ്ട്, ഫിനാൻസ് മാനേജർ ഉണ്ട്, അങ്ങനെ കുറേ മാനേജേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ആ സെയിം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്?
മെസ്സേജസ് കൺവേ ചെയ്യുകയാണ് അല്ലെങ്കിൽ മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ എന്താ, അത് സൈഡ് ടു സൈഡ് ആണ്. എന്താണ്, ഒരേ പൊസിഷനിലുള്ള വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് കൺവേ ചെയ്യുകയാണെങ്കിൽ അത് സൈഡ് ടു സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ അപ്വേഡ് എന്താണ് എന്ന് മനസ്സിലാക്കുക, ഡൗൺവേഡ് എന്താണ് എന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ സൈഡ് ടു സൈഡ് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരേ പൊസിഷനിലുള്ള വ്യക്തികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അതിന് നമുക്ക് സൈഡ് ടു സൈഡ് അല്ലെങ്കിൽ സൈഡ് വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ അപ്വേർഡ് ഫ്രം ദി സുപ്പീരിയർ ടു സബോർഡിനേറ്റ്, ഡൗൺവേർഡ് ആണ് കേട്ടോ, ഡൗൺവേർഡ് ഫ്രം ദി സുപ്പീരിയർ ടു സബോർഡിനേറ്റ് ആൻഡ് അപ്വേർഡ് ഫ്രം സബോർഡിനേറ്റ് ടു സുപ്പീരിയർ. അതുപോലെ തന്നെ എന്തും വരാം, സൈഡ് വേർഡ് വരാം. സൈഡ് വേർഡ് ആരാണ്, ഒരേ ലെവലിലുള്ള ആൾക്കാർ തമ്മിലാണ് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, സൈഡ് വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ദെൻ അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഇന്റഗ്രൽ പാർട്ടാണ്, ഇന്റഗ്രൽ പാർട്ടാണ്, ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു പാർട്ടാണ്. എന്തിന്റെയാണ്, എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഇന്റഗ്രൽ പാർട്ടാണ്. എന്ത്, ഇന്റഗ്രൽ പാർട്ടാണ് കമ്മ്യൂണിക്കേഷൻ. എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഇന്റഗ്രൽ പാർട്ടാണ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് റിഫേഴ്സ് ടു ദി എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫീലിംഗ്സ്, ഇമോഷൻസ് ആൻഡ് നോളജ് ഓർ ഇൻഫർമേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ. ഇവിടെ നമ്മൾ എന്താണ് ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഇൻഫർമേഷൻസ്, ഫീലിംഗ്സ് അല്ലെങ്കിൽ നോളജ്, ഇമോഷൻ. ആരിൽ നിന്ന് ആരിലേക്ക് പോകണം, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോകണം. ആ വ്യക്തികൾ ആരൊക്കെയായിരുന്നു, ആ മെസ്സേജ് അയക്കുന്ന ആളെ നമ്മൾ എന്തെന്ന് പറഞ്ഞു, സെൻഡർ എന്ന് പറഞ്ഞു. അത് റിസീവ് ചെയ്യുന്ന ആളെ റിസീവർ എന്ന് പറഞ്ഞു. മറന്നു പോകരുത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഇന്റഗ്രൽ പാർട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത് എന്ന്. കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. അതുപോലെ തന്നെ ഇതിന്റെ അർത്ഥം, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കോമൺ എന്നാണ് നമ്മൾ പറഞ്ഞു. ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഫീച്ചേഴ്സ് ആയിരുന്നു. ആദ്യത്തെ ഫീച്ചർ നമ്മൾ പറഞ്ഞു എന്തുണ്ടാവണം, രണ്ട് വ്യക്തികളെങ്കിലും ഉണ്ടാവണം. ഒരാൾ സെൻഡറും മറ്റേ ആള് റിസീവറും ആണ്. സെൻഡറെ നമുക്ക് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുമ്പോൾ റിസീവറെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ സെൻഡർ ആണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, അത് റിസീവറിലേക്കാണ് എത്തുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേഷനകത്ത് എന്തുണ്ടാവണം, ഉറപ്പായിട്ടും ഒരു മെസ്സേജ് കൺവേ ചെയ്യണം. മെസ്സേജ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന്റെ സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ കണ്ടന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ഒന്നെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജസ് ഒന്നെങ്കിൽ റിട്ടേൺ ആകാം, കമ്മ്യൂണിക്കേഷൻ റിട്ടേണോ ഓറലോ ജെസ്റ്ററിലോ ആവാമെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത പോയിന്റായിട്ട് നമ്മൾ പറഞ്ഞത് അതൊരു 2-way പ്രോസസ്സാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 2-way പ്രോസസ്സാണ്. സെൻഡറിൽ നിന്നൊരു മെസ്സേജ് ആരിലേക്ക്, റിസീവറിലേക്ക് എത്തുമ്പോൾ റിസീവർ അത് മനസ്സിലാക്കിയിട്ട് അതിന് അനുസരിച്ചിട്ടുള്ള ഒരു റെസ്പോൺസ് ആരിലേക്ക് പോകുന്നു, സെൻഡറിലേക്ക് പോകുന്നു. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് നമുക്ക് പറഞ്ഞൂടെ. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല, അല്ലാതെ റിസീവർ അവിടെ വെച്ച് നിർത്തുകയാണോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്നും പറയാം. അതുപോലെ തന്നെ അതൊരു 2-way പ്രോസസ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ പറയുന്നത് ഇറ്റ്സ് പ്രൈമറി പർപ്പസ് ഈസ് ടു മോട്ടിവേറ്റ് എ റെസ്പോൺസ്. എന്താണ്, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്തായിരിക്കണം, ഒന്നെങ്കിൽ ഒരു റെസ്പോൺസ് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിനകത്ത് ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം. ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ഈസ് ഫോർമൽ ഓർ ഇൻഫോർമൽ. ഏത് രീതിയിലും ആവാം. ഫോർമലായിട്ട് കറക്റ്റ് ഒരു ഫ്ലോയിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമൽ ചാനൽ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നതെങ്കിൽ അതിനെ ഫോർമൽ എന്നും, ഇനി ഓർഗനൈസേഷന്റെ ഫോർമൽ ചാനലൊന്നും അല്ലാതെ നമ്മുടെ പേഴ്സണൽ കോണ്ടാക്റ്റും റിലേഷൻ വെച്ചിട്ടുമാണ് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയാമെന്ന് പറഞ്ഞു. ദെൻ അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ അപ്വേർഡ്, ഡൗൺവേർഡ് ഓർ ഓൾസോ സൈഡ് ടു സൈഡ്. എന്താണ്, അപ്വേർഡ് ആയിട്ട് മുകളിലേക്ക് പോവാം, താഴേക്കിടയിൽ നിന്ന് മുകളിലേക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ മുകൾ തട്ടിലുള്ളവരിലേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യാം. അതുപോലെ തന്നെ മുകളിലുള്ള സുപ്പീരിയറിന് താഴെയുള്ള സബോർഡിനേറ്റിലേക്കും എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം. ഇനി സൈഡ് ടു സൈഡ് എന്താണ് നമ്മൾ പറഞ്ഞത്, ഒരേ പൊസിഷനിലുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ നടത്താം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഇനി നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സിന്റെ ഇന്റഗ്രൽ പാർട്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ സൈക്കിളിനെ പറ്റിയിട്ടാണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ടും ഒരു ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രോസസ് എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. എലമെന്റ്സ്
അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്നോ ഒക്കെ പറയുന്നത് ഇത് തന്നെയാണ്, മറന്നു പോകരുത്. കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി മറ്റൊരു സ്ഥലത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരു സൈക്കിളാണ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഇന്ന് തന്നെയാണെങ്കിൽ രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചായിരുന്നു, ഫോണിൽ വിളിച്ചിട്ട് അവൻ്റെ കല്യാണം പറയാനാണ് എന്നെ വിളിച്ചത്. അങ്ങനെ കല്യാണം പറയാൻ വേണ്ടി വിളിച്ചു, ഞാൻ സംസാരിച്ചു. ഞങ്ങൾ അവൻ്റെ കല്യാണ കാര്യങ്ങളും ഡേറ്റും അതുപോലെ അവൻ്റെ വിശേഷങ്ങളും ഒക്കെ സംസാരിച്ചു. എൻ്റെ കാര്യങ്ങളും അവൻ ചോദിച്ചു. ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ ട്രെയിനിൽ വന്നതുകൊണ്ട് കുറച്ചധികം നോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ അവന് കിട്ടിയില്ല, നെറ്റിൻ്റെ കണക്ഷൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം കുറേ കാര്യങ്ങൾ കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേയൊക്കെ കേട്ടു. എന്നിട്ട് ഞങ്ങൾ സംസാരിച്ചു. പിന്നെ ഓക്കെ ആയി. അതിനുശേഷം ഞങ്ങൾ ബൈ ഒക്കെ പറഞ്ഞ് വെച്ചു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് അവിടെ നടന്നത്? ഒരു വ്യക്തി, എൻ്റെ ഒരു ഫ്രണ്ട്, ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, എക്സ്, ഇതാണ് എക്സ്, ഞാൻ വൈ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചു. അവൻ്റെ കയ്യിൽ എന്തുണ്ട്? അവൻ്റെ കല്യാണം പറയണം, എന്നെ കല്യാണം ക്ഷണിക്കണം, അതിനു വേണ്ടിയിട്ടാണ് അവൻ വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിളിലൂടെ നമ്മൾ പോവുകയാണ്, മറന്നു പോകരുത്. ഒരു വ്യക്തി എന്നെ വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ആ വിളിച്ച വ്യക്തിയെ, അതായത് ആരാണോ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോട്ടീവ് ഇട്ടത്, അയാളെ നമുക്ക് സെൻഡർ എന്ന് പറയാം. അല്ലെങ്കിൽ സെൻഡർ ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത്. സെൻഡറിന്റെ കയ്യിലാണ് കുറച്ച് ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് പാസ് ചെയ്യാൻ ഇൻഫർമേഷൻ ഉള്ള വ്യക്തിയാണ് സെൻഡർ. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷന്റെ സോഴ്സ് ആണ് നമുക്ക് പറയാം. എന്താണ്? സോഴ്സ് ആണ്. അദ്ദേഹമാണ് ആ ഒരു ഇനിഷ്യേറ്റ് എടുത്ത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ സെൻഡർ ആരായിരുന്നു എന്നെ വിളിച്ചത്? എക്സ് ആണ് എന്നെ വിളിച്ചത്. ഇയാൾ നമുക്ക് എന്തെന്ന് പറയാം? സെൻഡർ എന്ന് പറയാം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പറയുന്നു ഓൾ കമ്മ്യൂണിക്കേഷൻ റിക്വയേഴ്സ് എ സോഴ്സ്. എല്ലാ കമ്മ്യൂണിക്കേഷനിലും എന്ത് വേണം? ഒരു സോഴ്സ് വേണം. ആരെങ്കിലും ഒരാൾ ഇനിഷ്യേറ്റ് എടുക്കേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ. അപ്പോൾ ആരാണോ മെസ്സേജ് പാസ് ചെയ്തത് അദ്ദേഹത്തെ നമുക്ക് സെൻഡർ എന്ന് പറയാം. അദ്ദേഹമായിരിക്കും ആ കമ്മ്യൂണിക്കേഷന്റെ സോഴ്സ് എന്ന് പറയുന്നത്. എനി കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ഫ്രം ദി സോഴ്സ് ഓർ സെൻഡർ ഹാസ് സം തോട്ട്. എന്തുണ്ട്? സെൻഡറിന്റെ കയ്യിൽ കുറച്ച് തോട്ട്സ്, ഐഡിയാസ്, നീഡ് ഓർ ഇൻഫർമേഷൻ ദാറ്റ് ഹി വിഷ് ടു ട്രാൻസ്മിറ്റ് ടു അനദർ. എന്താണ്? എന്നിലേക്ക് അവൻ ട്രാൻസ്മിറ്റ് ചെയ്യായിരുന്നു അല്ലേ? അപ്പോൾ സെൻഡറിന്റെ കയ്യിൽ ഒന്നെങ്കിൽ കുറച്ച് ഐഡിയയോ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളോ എന്തെങ്കിലും നീഡോ ഒക്കെ ഉണ്ട്. അത് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആരുടെ കയ്യിലാണ് ഈ ഐഡിയാസ് ഒക്കെ ഉള്ളത്? സെൻഡറിന്റെ കയ്യിലാണ് ഈ ഐഡിയാസ് ഒക്കെ ഉള്ളത്. സെൻഡറിന് മറ്റൊരു പേര് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആരായിരുന്നു? സെൻഡറിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒന്ന് പറഞ്ഞേ, ആരായിരുന്നു? കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയാം അല്ലേ? സെൻഡർ ഇസ് ദി പേഴ്സൺ ഹൂ initiate the conversation, has conceptualized the idea that they intend to convey to other. അതായത് എന്താ പറയുന്നത്? സെൻഡറിന്റെ കയ്യിൽ എന്തുണ്ട്? കുറച്ച് ഐഡിയാസോ അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേഷനോ ഉണ്ട്. അപ്പോൾ ആ വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഇനിഷ്യേറ്റ് എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഐഡിയാസ് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കൂട്ടം വ്യക്തിയിലേക്ക് എന്ത് ചെയ്യാണ്? ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണോ മെസ്സേജ് പാസ് ചെയ്യുന്നത് അദ്ദേഹത്തെ നമുക്ക് സെൻഡർ എന്ന് പറയാം. മറന്നു പോരുത്, ആരാണോ മെസ്സേജ് പാസ് ചെയ്യുന്നത് അദ്ദേഹത്തെ നമുക്ക് സെൻഡർ എന്ന് പറയാം. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ കണ്ടന്റ് ആരുടെ കയ്യിലാണുള്ളത്? സെൻഡറുടെ കയ്യിലാണുള്ളത്. അപ്പോൾ അദ്ദേഹമാണ് ആ ഒരു ഇനിഷ്യേറ്റ് എടുത്ത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. മറന്നു പോരുത്, സെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇൻഫർമേഷൻ ഉള്ളത്, അത് അദ്ദേഹം പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്ത നമ്മുടെ എലമെന്റ് എന്ന് പറയുന്നത് മെസ്സേജ് ആണ്. നമ്മുടെ ആ എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെ വിളിച്ചിട്ട് അവൻ എന്താ പറഞ്ഞത്? ഇന്ന ദിവസം ഇത്രാം തീയതി അല്ലെങ്കിൽ ഇത്ര സമയത്ത് എൻ്റെ കല്യാണമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മെസ്സേജ് എന്തുണ്ട്? എന്നിലേക്ക് പാസ് ചെയ്യായിരുന്നു ആര്? നമ്മുടെ എക്സ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇവിടെ എന്താണ് നടന്നത്? ഒരു വ്യക്തി, എക്സ് എന്ന് പറയുന്ന വ്യക്തി, ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കണ്ടന്റ് റിസീവറിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ എന്നിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കണ്ടന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെസ്സേജ് എന്ന് പറയുന്നത്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ സബ്ജക്റ്റ് മാറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെസ്സേജ് എന്ന് പറയുന്നത്. ദിസ് മേ ബി ഒപ്പീനിയൻ, ആറ്റിറ്റ്യൂഡ്,
ഫീലിങ്സ്, വ്യൂ എന്തോ ആവാം കേട്ടോ. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. ഒപ്പീനിയനോ ആറ്റിറ്റ്യൂഡോ ഫീലിങ്സോ വ്യൂസോ അല്ലെങ്കിൽ സജഷനോ ഓർഡറോ എന്തോ ആവാം. എന്തായിരിക്കണം? അതാണ് ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്നത്. ദ മെസ്സേജ് ക്യാൻ ബി റിട്ടൺ, ഓറൽ, സിംബോളിക് ഓർ നോൺ വെർബൽ സച്ചസ് ബോഡി ജെസ്റ്റേഴ്സ്, സൈലന്റ്, സൈഡ്, സൗണ്ട്സ് എക്സെട്ര. എന്താണ്? മെസ്സേജ് ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? ട്രാൻസ്മിറ്റ് ചെയ്യാം. എന്നെ വിളിച്ച് പറയായിരുന്നു അല്ലേ, അപ്പോൾ നമുക്ക് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാം. ഇനി എഴുതി കാണിക്കാമല്ലോ അല്ലേ, എഴുതി ലെറ്റർ അയച്ചെനിക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കണ്ടില്ലേ മെസ്സേജ് അയക്കാം, അപ്പോൾ അത് റിട്ടേൺ ആവും. ഇനി സിമ്പിൾസ് കാണിക്കാം, സിമ്പിൾസ് കാണിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൂടെ? അതുപോലെ തന്നെ ജസ്റ്റേഴ്സ് കാണിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തലയാട്ടുന്നതും ഹാൻഡ് ഷേക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ കണ്ണടച്ച് കാണിക്കുന്നതും ഷോൾഡർ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നതും ഒക്കെ എന്താണ്? ജസ്റ്ററൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ആ മെസ്സേജ് ഏത് രീതിയിൽ വേണമെങ്കിലും പാസ് ചെയ്യാം, പക്ഷെ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം. ആ മെസ്സേജിനെയാണ് നമ്മൾ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു സെൻഡർ ഒരു വ്യക്തി ഉണ്ടായിരിക്കണം, ആ വ്യക്തിയുടെ കയ്യിൽ കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കണം, അദ്ദേഹമായിരിക്കും സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു. ദെൻ രണ്ടാമത് ആ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ആ സബ്ജക്റ്റ് മാറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരാളിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെൻഡറായി, മെസ്സേജായി. ദെൻ ഇനി നമ്മുടെ അടുത്ത പോയിന്റ് അല്ലെങ്കിൽ അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് എൻകോഡിംഗ് ആണ്. എൻകോഡിംഗ് അതായത് ഒരു ടെക്നിക്കൽ ടേം പോലെ നമുക്ക് തോന്നും. എന്താണ് എൻകോഡിംഗ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സെൻഡറുടെ കയ്യിലുള്ള മെസ്സേജിനെ അദ്ദേഹം സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ഇൻഫർമേഷനെ സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഒരു പിക്ക് നോക്കിയേ, ഇതാണ് സെൻഡർ കേട്ടോ. ഇത് സെൻഡറും ഇത് റിസീവറുമാണ്. ഇയാളല്ലേ കേൾക്കുന്നത്? പറയുന്ന ആൾ സെൻഡറും കേൾക്കുന്ന ആൾ റിസീവറുമാണ്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ട്രീയെ പറ്റിയിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ട്രീ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹം എന്തായിട്ട് പറഞ്ഞു? ഒരു വാക്ക് ട്രീ. ഇപ്പോൾ ഇത് ഇങ്ങനൊരു സംഭവം മനസ്സിൽ വരുമ്പം എനിക്ക് തന്നെ ഓർമ്മ വരണം, അതായത് ഞാനാണ് സെൻഡർ എങ്കിൽ അങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിൽ വരുമ്പോൾ ഞാൻ പറയുകയാണ് ട്രീ. അപ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ട്രീ എന്ന് കേൾക്കുമ്പോൾ അയാളുടെ മനസ്സിലും എന്ത് വരണം? ഇത് വരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഐഡിയയെ ഏതെങ്കിലും ഒരു റിട്ടണോ ഓറലോ ഏത് രീതിയിലും ആവാം, അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻകോഡിംഗ്. ആ ഒരു പ്രോസസ്സിനെയാണ്, സിമ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയുന്നത്. ദ സെൻഡർ യൂസ് സർട്ടൻ സിമ്പിൾസ് സച്ച് എസ് വേർഡ്സ്, ആക്ഷൻ, പിക്ചേഴ്സ്. ദ ഐഡിയ ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു കോഡ് ഓർ എ സെറ്റ് ഓഫ് സിമ്പിൾസ് എസ്പെഷ്യലി ഇൻ ദ ഫോം ഓഫ് ലാംഗ്വേജ്. എന്താണ് എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ സെൻഡറിന്റെ മനസ്സിലുള്ള ഐഡിയയെ അദ്ദേഹം എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? സിമ്പിളോ വേർഡോ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻകോഡിംഗ്. അതായത് ഈ ഒരു തടിയും അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ കുറച്ച് ഇലകളും തടികളും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ അദ്ദേഹം അതൊരു ലാംഗ്വേജ്, അത് ട്രീ ആണ് എന്നുള്ളൊരു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ സെൻഡർ ആണ് എൻകോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ആശയത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ സിമ്പിളിലോട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിലോട്ട് എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു കൺവേർഷനെ, സബ്ജക്റ്റ് മാറ്ററിനെ സിമ്പിളിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻകോഡിംഗ് എന്ന് പറയുന്നത്. കൺവേർഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഇൻടു ദീസ് സിമ്പിൾസ് ഈസ് നോൺ ആസ് ദ പ്രോസസ് ഓഫ് എൻകോഡിംഗ്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം നമ്മുടെ സെൻഡർ എന്താണ്? സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, അദ്ദേഹത്തിനാണ് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുള്ളത്. ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഒരു മെസ്സേജ്, എന്തോ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ? സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ കണ്ടന്റിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ മെസ്സേജ് എന്ന് പറഞ്ഞത്. ദെൻ അതിനുശേഷം ഒരു പ്രോസസ്സായ എൻകോഡിങ്ങിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അത് ആരാണ് ചെയ്യുന്നത്? സെൻഡർ ആണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് മാറ്ററിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻകോഡിംഗ് എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം അടുത്ത ഒരു എലമെന്റ് ആണ് ചാനൽ അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്നത്. അതായത് സെൻഡറിൽ നിന്ന് മെസ്സേജ് ഏതോ ഒരു മീഡിയ വഴി എന്ത് ചെയ്യണം? റിസീവറിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ ആ മീഡിയ അല്ലെങ്കിൽ ആ ഒരു പോകുന്ന വേ ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ചാനൽ അല്ലെങ്കിൽ മീഡിയ എന്ന് പറഞ്ഞത്. നമ്മുടെ എക്സാമ്പിളിലേക്ക് വരികയാണെങ്കിൽ എന്നെ എങ്ങനെയാണ് വിളിച്ച് സംസാരിച്ചത്? ഫോൺ വഴിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മീഡിയ എന്തായിരുന്നു? മൊബൈൽ ഫോൺ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ചാനൽ അല്ലെങ്കിൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്?
These symbols are transmitted through certain channel. അതായത് എൻകോഡ് ചെയ്തു വെച്ച സിമ്പൽ ഏതോ ഒരു വഴി പാസ് ചെയ്തല്ലേ റിസീവറിൽ എത്തുന്നത്. ആ പാസ് ചെയ്യുന്ന വഴിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചാനൽ അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, റേഡിയോ, ടെലഫോൺ, ലെറ്റർ, ഫേസ് ടു ഫേസ് ടോക്ക്, ഫേസ് ടു ഫേസും ആവാം കേട്ടോ. അതുപോലെ തന്നെ എന്താണോ നമ്മുടെ സിറ്റുവേഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചാനൽ എന്ത് ചെയ്യും, വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഏതായിരുന്നു എൻ്റെ ചാനൽ, ഞാൻ അവിടെ ഫോണാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ എന്തോ ആവാം നമ്മളിലേക്ക്, അതായത് സെൻഡറേയും നമ്മുടെ റിസീവറേയും കണക്ട് ചെയ്യുന്ന ആ ഒരു ലിങ്ക് ഫാക്ടറാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, ചാനൽ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം ഇറ്റ് ഈസ് ദി ലിങ്ക് ദാറ്റ് കണക്ട് സെൻഡർ ആൻഡ് റിസീവർ. ഇറ്റ് ഈസ് ദി ലിങ്ക് ദാറ്റ് കണക്ട് സെൻഡർ ആൻഡ് റിസീവർ. It must be selected carefully in order to make the message effectively and correctly interpreted by the recipient. എന്താണ്, നമ്മൾ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അല്ലേ. ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ സെൻഡർ വളരെയധികം സൂക്ഷിക്കണം. കാരണം ഈ ചാനൽ വഴി ഈ ഒരു മെസ്സേജ് ആളിലെത്തിക്കണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ എത്തണം. അങ്ങനെ എത്തി അത് അദ്ദേഹത്തിന് മനസ്സിലാവണം അല്ലേ. എങ്കിൽ മാത്രമേ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കറക്റ്റായി അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ സെൻഡറേയും റിസീവറേയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു വേ ആണ് ചാനൽ. അതുവഴിയാണ് എന്ത് പാസ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ എൻകോഡ് ചെയ്ത് വെച്ചിരുന്ന മെസ്സേജ് പാസ് ചെയ്ത് സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് എത്തുന്നത്. ദ ചോയ്സ് ഓഫ് മീഡിയം ഡിപ്പെൻഡ് അപ്പോൺ ദി അർജൻസി ഓഫ് ദി മെസ്സേജ്. മീഡിയം നമുക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ മെസ്സേജിന്റെ അർജൻസി നോക്കാം, അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നോക്കാം, സെൻഡറും റിസീവറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നോക്കാം. അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് സെലക്ട് ചെയ്യേണ്ടത്, മീഡിയം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അർജന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ എനിക്ക് വിളിച്ച് ഇപ്പം തന്നെ പറയേണ്ട കാര്യമാണെങ്കിൽ ഞാനൊരു ലെറ്റർ ഇട്ടാൽ മതിയോ, 2 ദിവസം കഴിഞ്ഞിട്ട് ചെന്നാൽ മതിയോ, അല്ല. അപ്പോൾ ആ അർജൻസിയുടെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ മീഡിയം എന്ന് പറയുന്നത് എന്താവണം, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ മീഡിയം അല്ലെങ്കിൽ ചാനൽ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ചാനൽ എന്ന് പറഞ്ഞാൽ ഈ സെൻഡറേയും റിസീവറേയും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആണ് എന്ന് പറഞ്ഞു. ഈ ചാനൽ അല്ലെങ്കിൽ ഈ വേ വഴിയാണ് അല്ലെങ്കിൽ ഈ വഴിയാണ് നമ്മുടെ മെസ്സേജ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ആരിൽ നിന്ന്, സെൻഡറിൽ നിന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന റിസീവറിലേക്ക് പാസ് ചെയ്യുന്നത് ഈ ഒരു വഴിയാണ്. ആ വഴിയാണ് നമ്മൾ ചാനൽ അല്ലെങ്കിൽ മീഡിയ എന്ന് അർത്ഥമാക്കുന്നത്. ദെൻ അടുത്ത നമ്മുടെ എലമെന്റ് ആണ് റിസീവർ. ആരിലേക്കാണ് ഈ മെസ്സേജ് എത്തിച്ചേരുന്നത്, അയാളെയാണ് നമ്മൾ റിസീവർ എന്ന് പറഞ്ഞത്. എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ എന്തൊക്കെയാണ്, സെൻഡർ പറഞ്ഞു, അതായത് മെസ്സേജ് അല്ലെങ്കിൽ അയാളുടെ കയ്യിലാണ് ഇൻഫർമേഷൻ ഉള്ളത്, സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറഞ്ഞു. ദെൻ അയാളുടെ കയ്യിൽ ഒരു മെസ്സേജ് ഉണ്ടെന്ന് പറഞ്ഞു, അയാൾ അത് എൻകോഡ് ചെയ്ത് ഒരു ചാനൽ വഴി ഇങ്ങനെ കടത്തിവിട്ടിട്ട് അത് വെറുതെ ഇരിക്കുകയാണോ, അത് ഏതോ ഒരു വ്യക്തിയിലേക്ക് എത്തിപ്പെട്ടു അല്ലേ. ആ വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിസീവർ എന്ന് പറയുന്നത്. എൻ്റെ എക്സാമ്പിൾ ആരായിരുന്നു റിസീവർ, ഞാനായിരുന്നു. അവൻ എന്നെ വിളിച്ച് എന്നോടാണ് സംസാരിച്ചത്, അപ്പോൾ എന്നിലേക്കാണ് ആ മെസ്സേജ് വന്നത്. അപ്പോൾ ആ ഒരു എക്സാമ്പിളിൽ റിസീവർ ഞാനായിരുന്നു അല്ലേ. റിസീവർ ആരാണ് നോക്കുക, ദ പേഴ്സൺ ഹു റിസീവ്സ് ആൻഡ് ഇന്റർപ്രറ്റ് ദ മെസ്സേജ്. എന്താണ്, ആ ഒരു മെസ്സേജ് റിസീവ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിസീവർ എന്ന് പറയുന്നത്. ഹി ട്രൈ ടു കോംപ്രഹെൻഡ് ഇറ്റ് ഇൻ ദി ബെസ്റ്റ് പോസിബിൾ മാനർ. എന്താ, അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ കഴിവും അതുപോലെ തന്നെ എക്സ്പീരിയൻസും സ്കില്ലും എബിലിറ്റിയൊക്കെ ഉപയോഗിച്ച് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കണം അല്ലേ. അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ട് അതിനൊരു റെസ്പോണ്ടും ചെയ്യണം എന്ന് നമുക്കുണ്ട്. ദ ഡിഗ്രി ടു വിച്ച് ദ റിസീവർ ഡീകോഡ് ദി മെസ്സേജ് ഡിപ്പെൻഡ്സ്. എന്താണ്, അതായത് ഈ റിസീവർ ഈ മെസ്സേജ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും, സെൻഡർ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലേ. അത് അദ്ദേഹം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അതുപോലെ തന്നെ ആ പറഞ്ഞ സബ്ജക്റ്റ് മാറ്ററിനെ ബേസ് ചെയ്തിട്ട്, അതുപോലെ പറഞ്ഞ സെൻഡറുമായിട്ടുള്ള ഒരു വിശ്വാസം വെച്ചിട്ട്, ഇതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് സെൻഡർ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുമോ ഇല്ലയോ എന്നുള്ളത് കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ റിസീവർ എന്ന് പറഞ്ഞാൽ ആരാണ്, ആരാണ് ദ പേഴ്സൺ ഹു റിസീവ്സ് ആൻഡ് ഇന്റർപ്രറ്റ് ദ മെസ്സേജ്. ആരാണോ മെസ്സേജ് സ്വീകരിച്ച് അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് നമ്മൾ റിസീവർ എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ഇയാൾ എന്തോ കാര്യം പറയാണ്, ഇയാളെ നമുക്ക് എന്തെന്ന് പറയാം, സെൻഡർ എന്ന് പറയാം. ഇനി ആരാണ് അത് കേട്ട് മനസ്സിലാക്കി എടുക്കുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് അല്ലേ. അപ്പൊ അയാളെ നമുക്ക് എന്തെന്ന് പറയാം, റിസീവർ എന്ന് പറയാം. അപ്പൊ ഈ സെൻഡർ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് റിസീവർ കേട്ട് അതിനെ ഇന്റർപ്രറ്റും ചെയ്യണമല്ലോ. കേട്ടിട്ട് ചുമ്മാ ഇരിക്കുകയാണോ, അല്ല, അതിനെ ഇന്റർപ്രറ്റും ചെയ്യണം. ആ വ്യക്തിയാണ് നമ്മൾ റിസീവർ എന്ന് പറഞ്ഞത്. അപ്പൊ റിസീവർ അദ്ദേഹം കറക്റ്റ് അയാളുടെ എബിലിറ്റിയും സ്കില്ലും എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഈ സെൻഡറോടുള്ള ട്രസ്റ്റും ഒക്കെ വെച്ചിട്ടാണ് എന്ത് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എന്ത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, ആ സെൻഡർ പറഞ്ഞ മെസ്സേജ് എന്താണ് എന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം അടുത്തൊരു പ്രോസസ്സാണ് ഡീകോഡിങ്. നമുക്ക് എൻകോഡിങ്ങും ഡീകോഡിങ്ങും തമ്മിൽ നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. എൻകോഡിങ് എന്ന് പറഞ്ഞാൽ സെൻഡർ ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ആശയത്തെ
കമ്മ്യൂണിക്കേഷൻ സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യായിരുന്നു എൻകോഡിങ്ങിൽ. ഇനി ഡീകോഡിങ്ങിലേക്ക് വരുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ സിമ്പിളിനെ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്ത് മാറ്റുന്നതിനെയാണ്, അതായത് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ആരെയാണ്, റിസീവറിലേക്കല്ലേ എത്തിയത്. അപ്പോൾ റിസീവറാണ് ഡീകോഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഡീകോഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് റിസീവറാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വന്ന കമ്മ്യൂണിക്കേഷൻ സിമ്പിളിനെ സബ്ജക്റ്റ് മാറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, സെൻഡർ ചെയ്തത് എൻകോഡിങ് ആയിരുന്നു. അതെന്തായിരുന്നു, സബ്ജക്റ്റ് മാറ്ററിനെ കമ്മ്യൂണിക്കേഷൻ സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഡീകോഡിങ് ചെയ്യുന്നത് റിസീവറാണ്. ഇപ്പോൾ ഈ കിട്ടിയ കമ്മ്യൂണിക്കേഷൻ സിമ്പിളിനെ തിരിച്ചെന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്, സബ്ജക്റ്റ് മാറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡീകോഡിങ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇറ്റ് മീൻസ് ട്രാൻസ്ലേറ്റിംഗ് ദ മെസ്സേജസ് ഇൻ ടു വേർഡ്സ് ഫോർ ദി പർപ്പസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഇപ്പോൾ ആ വന്ന മെസ്സേജ് ഉണ്ടല്ലോ, കമ്മ്യൂണിക്കേഷൻ സിമ്പിളിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്, നേരത്തെ ആദ്യം വരുന്ന സബ്ജക്റ്റ് മാറ്റർ. നിങ്ങൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയേ, ഇങ്ങനൊരു സംഭവം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നപ്പോൾ അദ്ദേഹം അത് ട്രീ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ട്രീ എന്ന് കേട്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത് തന്നെയാണ് വന്നത്, കണ്ടോ. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ എന്ത് ചെയ്യാണ്, ഡീകോഡിങ് നടക്കാണ്. ട്രീ എന്ന് കേട്ട ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഈ സംഭവം വന്നു. അപ്പോൾ അതിനെ ഡീകോഡ് ചെയ്തത് ആരാണ്, റിസീവറാണ് അല്ലേ. റിസീവറാണ് ഇതിനെ ഡീകോഡ് ചെയ്തത്. അപ്പോൾ എൻകോഡ് ചെയ്യുന്നത് നമ്മുടെ സെൻഡറും ഡീകോഡ് ചെയ്യുന്നത് റിസീവറും ആണ്. മറന്നു പോകരുത്, അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എൻകോഡിങ്ങും ഡീകോഡിങ്ങും പലർക്കും തിരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ഇവിടുന്ന് നമ്മുടെ പോയിന്റ്സ് ഒന്നും നഷ്ടമാവരുത്. ഓക്കെ, ദെൻ ആരാണ് എൻകോഡ് ചെയ്യുന്നത്, സെൻഡർ ആണ് എൻകോഡ് ചെയ്യുന്നത്. റിസീവർ അതിനെ എന്ത് ചെയ്യാണ്, ഡീകോഡ് ചെയ്ത് അദ്ദേഹം അത് മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒക്കർ only if the receiver understand the message in exactly the same way as it was intended by the sender. എന്താണ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, എന്തായിരിക്കും കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്, സെൻഡർ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് റിസീവർ ഡീകോഡ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്, ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം ആലോചിച്ചത് ഒരു ആപ്പിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചിട്ട് അത്, അല്ലെങ്കിൽ ഇത് തന്നെ പറയാം, നമ്മുടെ ട്രീ ആലോചിച്ച് ട്രീ എന്ന് തന്നെ പറഞ്ഞു. ഇദ്ദേഹം ട്രീ എന്ന് കേട്ടു, പക്ഷെ അദ്ദേഹം നമ്മുടെ ടീ ആണ് ആലോചിച്ചെങ്കിലോ ചായ ആണ് ആലോചിച്ചതെങ്കിലോ ആ ഒരു എൻകോഡിങ്ങും ഡീകോഡിങ്ങും ശരിയായോ, എൻകോഡിങ് ശരിയായി, സെൻഡർ ശരിയാണ്, ട്രീ ആലോചിച്ചു, ട്രീ തന്നെ പറഞ്ഞു. ഓക്കെ, ദെൻ ഇദ്ദേഹം റിസീവർ ട്രീ എന്ന് കേട്ടു, എന്നിട്ട് ചായ ആലോചിച്ചു. അപ്പോൾ അത് ശരിയായോ, അദ്ദേഹത്തിന്റെ ആ ഒരു ഡീകോഡിങ് ശരിയായോ, അവിടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ, പറഞ്ഞോന്നല്ല പറയാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ എന്താണ്, ഡീകോഡിങ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അവിടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റൂ. സെൻഡർ പറഞ്ഞ കാര്യം അതേ രീതിയിൽ തന്നെ ആർക്ക് കിട്ടണം, അല്ലെങ്കിൽ ആര് മനസ്സിലാക്കിയെടുക്കണം, ഇന്റർപ്രിറ്റ് ചെയ്യണം, റിസീവർ മനസ്സിലാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ അവിടെ എന്തുള്ളൂ, ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ലാസ്റ്റ് ആണ് ഫീഡ്ബാക്ക്. അതായത് സെൻഡർ മെസ്സേജ് നമ്മുടെ റിസീവറിലേക്ക് എത്തിച്ചു, റിസീവർ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഈ റിസീവർ അദ്ദേഹത്തിന്റെ അഭിപ്രായം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു റിപ്ലൈ ആർക്ക് കൊടുക്കണം, സെൻഡറിന് കൊടുക്കണം. അപ്പോൾ ആ റിപ്ലൈ അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് ആരിൽ നിന്നാണ് ഉണ്ടാവുന്നത്, റിസീവറിൽ നിന്നുണ്ടായി സെൻഡറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. മറന്നു പോകരുത്, റിസീവർ കിട്ടിയ മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനൊരു റിപ്ലൈ അല്ലെങ്കിൽ റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ സെൻഡറിലേക്ക് കൊടുക്കുന്നു. ആ റിയാക്ഷനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞത്. ഇപ്പം എൻ്റെ എക്സാമ്പിൾ എന്തായിരുന്നു, അവൻ കല്യാണം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ദിവസമാണ്, ഓക്കെ ഞാൻ വരാം, അല്ലെങ്കിൽ എപ്പോഴാണ് എന്ന് ഞാൻ ടൈം അങ്ങോട്ട് വയ്ക്കുന്നു, പെൺകുട്ടി ആരാണ്, അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുകയാണല്ലേ. അപ്പോൾ എന്താണ്, അവൻ പറഞ്ഞ ഒരു സാധനത്തിന് ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതാണ് എൻ്റെ ഫീഡ്ബാക്ക്. അപ്പോൾ ഫീഡ്ബാക്ക് എന്താണ്, റിസീവർ മനസ്സിലാക്കിയ കാര്യത്തിന് ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ റിപ്ലൈ തിരിച്ചു സെൻഡറിലേക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റിഫേഴ്സ് ടു ദി റിയാക്ഷൻ, റിപ്ലൈ ഓർ റെസ്പോൺസ്. മറന്നു പോകരുത്, റിയാക്ഷനോ റിപ്ലൈയോ റെസ്പോൺസോ ആര് സെൻഡ് ചെയ്യണം, റിസീവർ സെൻഡ് ചെയ്യണം. ആരിലേക്ക് എത്തിച്ചേരണം, അത് സെൻഡറിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ സെൻഡർ ഒരു മെസ്സേജ് ഇങ്ങോട്ട് കൊടുത്തപ്പോൾ അതിനുള്ളൊരു റെസ്പോൺസ് അല്ലെങ്കിൽ റിയാക്ഷൻ ആര് കൊടുക്കണം, റിസീവർ സെൻഡറിലേക്ക് കൊടുക്കണം. അതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി റെസ്പോൺസ് ടു ദി റിസീവർ ഗീവ്സ് ടു ദി സെൻഡർ ആസ് എ റിസൾട്ട് ഓഫ് സെൻഡേഴ്സ് മെസ്സേജ്. എന്താണ്, സെൻഡറുടെ മെസ്സേജിനുള്ള ആ ഒരു ഉത്തരവാണ് ആര് കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ സെൻഡർ, ഇദ്ദേഹമാണ് സെൻഡർ. സെൻഡർ ഒരു മെസ്സേജ് ആർക്ക് കൊടുത്തു, നമ്മുടെ റിസീവർക്ക് കൊടുത്തു. അദ്ദേഹം അത് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കുകയാണോ ചെയ്തത്, അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് ഒരു റെസ്പോൺസ് ആരിലേക്ക് കൊടുത്തു, നമ്മുടെ സെൻഡറിലേക്ക് കൊടുത്തു. അതിനെയാണ് നമ്മൾ
ഫീഡ്ബാക്ക്. ഈ കൊടുത്ത റെസ്പോൺസിനെയാണ് നമ്മൾ പറയുന്നത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആരുടെ ഉത്തരവാദിത്വമാണ്? റിസീവറുടെ ഉത്തരവാദിത്വമാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ളൊരു റെസ്പോൺസ് ഫീഡ്ബാക്ക് ആയിട്ട് ആർക്ക് കൊടുക്കുക എന്നുള്ളത്? സെൻഡറിന് കൊടുക്കുക എന്നുള്ളത്. ദ ഫീഡ്ബാക്ക് ഈസ് ദി ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ദി പ്രോസസ്. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഫൈനൽ സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്? ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് എൻഷുർ ദി റിസീവർ ഹാസ് ടു റിസീവ് ദ മെസ്സേജ്. എന്താ? സെൻഡറിന് മനസ്സിലാവണ്ടേ റിസീവറിന് ഈ മെസ്സേജ് കിട്ടിയോ എന്ന്. അദ്ദേഹത്തിന്റെ റിസീവറുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റിപ്ലൈ അനുസരിച്ചിട്ടിരിക്കും സെൻഡറിന് ഇത് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ട് തന്നെയാണോ സെൻഡറിന് കിട്ടിയത് എന്നുള്ളത് എന്ത് കിട്ടിയാൽ മനസ്സിലാവും? ഈ ഫീഡ്ബാക്ക് ആരിലെത്തിയാൽ മനസ്സിലാവും? സെൻഡറിലേക്ക് എത്തിയാൽ മനസ്സിലാവും. ആൻഡ് ഇന്റർപ്രിറ്റ് കറക്റ്റ്ലി ആസ് ഇറ്റ് വാസ് ഇന്റൻഡഡ് ബൈ ദി സെൻഡർ. ദ റെസ്പോൺസ് ഓഫ് ദി റിസീവർ ക്യാൻ ബി വെർബൽ ഓർ നോൺ വെർബൽ. റെസ്പോൺസ് ഏത് രീതിയിലും ആവാം. വെർബൽ ആയിട്ട്, വെർബൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓറൽ ഓർ റിട്ടൺ ആണ് കേട്ടോ. എഴുതുന്നതോ പറയുന്നതോ വെർബൽ ആണ്. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബോഡി ലാംഗ്വേജിലെ അല്ലെങ്കിൽ ജെസ്റ്റേഴ്സിലെ അതിനെയാണ് നമ്മൾ നോൺ വെർബൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വെർബലോ നോൺ വെർബലോ ആവും. അത് നമ്മുടെ സെൻഡറും റിസീവറും തമ്മിലുള്ള ഒരു കണക്ഷൻ പോലെ ഇരിക്കും. എന്തായാലും സെൻഡർ ഒരു മെസ്സേജ് നമ്മുടെ റിസീവർക്ക് കൊടുത്താൽ റിസീവർ അതിനുള്ള ഒരു റിപ്ലൈ ആർക്ക് കൊടുക്കണം? സെൻഡറിന് കൊടുക്കണം. എങ്കിൽ മാത്രമേ സെൻഡറിന് അദ്ദേഹം പറഞ്ഞ കാര്യം അവിടെ എത്തിയോ എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ എത്തിയത് കറക്റ്റായിട്ടാണോ അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ തിരിച്ച് റിസീവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നും ആർക്ക് മനസ്സിലാവും? സെൻഡറിന് മനസ്സിലാവും. അപ്പോൾ ആ തിരിച്ചു കിട്ടുന്ന റെസ്പോൺസിനെ അല്ലെങ്കിൽ റിയാക്ഷനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റെപ്പാണ്. ഫൈനൽ സ്റ്റെപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നമുക്കിനി അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നതെന്ന് പറയാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നോയ്സ് എന്താണ് എന്ന്. നോയ്സ് അതിൻ്റെ എലമെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഹിൻഡ്രൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെയാണ് നമ്മൾ നോയ്സ് എന്ന് പറഞ്ഞത്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? ട്രെയിനകത്ത് ഭയങ്കര റഷ് ആയതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങൾ കേൾക്കാൻ പറ്റില്ല. ഞാൻ വീണ്ടും ഒന്നുകൂടെ എടുത്ത് ചോദിച്ചു. അതുപോലെ നെറ്റ്വർക്ക് ഇടയ്ക്ക് കട്ടായി. ഇതൊക്കെ എന്താണ്? നോയ്സ് ആണല്ലേ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവായിട്ട് നടന്നുകൊണ്ട് പോകുന്ന ഒരു കമ്മ്യൂണിക്കേഷനെ ഇടയ്ക്ക് ഇങ്ങനെ പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഹിൻഡർ ചെയ്യുന്ന കുറച്ച് തടസ്സങ്ങളെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ ഒരു എലമെൻ്റ് ആയിട്ടല്ല നമ്മൾ പറയുന്നത്. എലമെൻ്റ് നമ്മുടെ ഫീഡ്ബാക്ക് വരാനുള്ളത്. പക്ഷെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഏത് സാഹചര്യത്തിലും എന്തുണ്ടാവാം? നോയ്സ് ഉണ്ടാകാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ഒന്ന് കാണാം. നോക്കിയേ, സെൻഡറിൽ നിന്ന് മെസ്സേജ് എന്ത് ചെയ്തു? സെൻഡറാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, സെൻഡറിൽ നിന്ന് ഒരു മെസ്സേജ് എന്ത് ചെയ്തു? ഒരു മീഡിയ വഴി റിസീവറിലെത്തി. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്? സെൻഡർ എൻകോഡ് ചെയ്യുന്നുണ്ടല്ലേ, മെസ്സേജിനെ എൻകോഡ് ചെയ്യുന്നുണ്ട്. മീഡിയ വഴി കടന്നുപോയി റിസീവറിലെത്തുമ്പോൾ റിസീവർ അതിനെ ഡീകോഡ് ചെയ്യുന്നുണ്ട്. മറന്നു പോകരുത്, സെൻഡറിൽ നിന്ന് ഒരു മെസ്സേജ് മീഡിയ വഴി റിസീവറിലെത്തി. അതിൻ്റെ ഇടയ്ക്ക് രണ്ട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. സെൻഡർ ഈ മെസ്സേജിനെ എൻകോഡ് ചെയ്താണ് മീഡിയ വഴി പറഞ്ഞു വിട്ടത്. ദെൻ മീഡിയ വഴി റിസീവറിലെത്തുന്ന സമയത്ത് ഡീകോഡ് ചെയ്താണ് റിസീവർ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞോ? ഇല്ല. റിസീവർ അതിനെന്ത് കൊടുത്തോ അത് മനസ്സിലാക്കിയിട്ട് അതിനൊരു റിപ്ലൈ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ആരിലേക്ക് കൊടുത്തോ? ആരിലേക്കാണ് കൊടുത്തത്? സെൻഡറിലേക്ക് കൊടുത്തു. അപ്പോൾ സെൻഡറിൽ തുടങ്ങി സെൻഡറിൽ തന്നെയാണ് എന്താ അവസാനിച്ചത്? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അവസാനിച്ചത്. അപ്പോൾ സെൻഡറിൽ തുടങ്ങി അല്ലേ. സെൻഡർ ഒരു മെസ്സേജ് എൻകോഡ് ചെയ്ത് മീഡിയ വഴി റിസീവറിലേക്ക് എത്തി. റിസീവർ അത് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ സെൻഡറിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ. ഇതിന് നടുക്ക് എന്തുണ്ട് മക്കളെ? നോയ്സ് ഉണ്ട് അല്ലേ. എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാം. ഓക്കെ, നിർബന്ധമല്ല, എന്നാലും മിക്ക കേസുകളിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ നോയ്സ് എന്ന് പറയുന്നു. ഇത്രയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ. ഓക്കെ, ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. പഠിക്കുന്ന സമയത്ത് ഈസിയാണ് തോന്നുമെങ്കിലും ക്വസ്റ്റിനകത്ത് മൈന്യൂട്ട് കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ മാർക്ക് കൊണ്ട് കളയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ അതൊക്കെ സിമ്പിളാണ്. ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം. നിങ്ങൾ തന്നെ പറ, ഏത് വേർഡിൽ നിന്നായിരുന്നു കമ്മ്യൂണിക്കേഷൻ വന്നത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, ഏത് വേർഡായിരുന്നു? ലാറ്റിൻ വേർഡാണ് അല്ലേ. നമ്മൾ പറഞ്ഞാണ് ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് വന്നത്. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? അല്ലെങ്കിൽ ഏത് വാക്കായിരുന്നു? കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന വാക്കായിരുന്നു. അതിൻ്റെ അർത്ഥം കോമൺ എന്നാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കമ്മ്യൂണിക്കേഷൻ ഹാസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ്. ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ വന്നത്?
നോക്കിയേ, നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു എക്സാക്ട് സ്പെല്ലിംഗ് മനസ്സിലാക്കി വെക്കണം. കമ്മ്യൂണിസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചു വെക്കും. ചിലപ്പോൾ ഇതായിരിക്കും നമ്മളെ ഓപ്ഷൻ എയും കമ്മ്യൂണിസ്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പം മാർക്ക് ചെയ്തു പോകും. നമ്മുടെ ആ ഒരു ടെൻഷൻ, നമ്മുടെ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ആ ഒരു ടെൻഷൻ നിങ്ങൾ മാറ്റി വെക്കുക. ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ സ്പെല്ലിങ്ങിനകത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങളായിരിക്കും നമ്മുടെ ഒരു മാർക്ക് കൊണ്ട് കളയുന്നത്. അപ്പം ശ്രദ്ധിക്കുക, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്മ്യൂണിസ്റ്റിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. The next question, exchange of ideas, opinion, information, etc. between two or more person is known as, അല്ലെങ്കിൽ ഈസ് കോൾഡ് എന്താണ്? ഒബ്വിയസ്ലി നമുക്കറിയാം കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കുക, എക്സ്ചേഞ്ച് ഓഫ് ഐഡിയ, ഒപ്പീനിയൻ, ഇൻഫർമേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ദി ബിലോ. കറക്റ്റ് ആണ് കേട്ടോ, മനസ്സിലാക്കുക. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ഇറ്റ് ഈസ് എ ടു വേ പ്രോസസ്. നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞതിനകത്ത് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് എന്ന് പറഞ്ഞായിരുന്നു? ഇന്റഗ്രൽ പാർട്ടാണെന്ന് പറഞ്ഞു. എന്തിന്റെ? എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഇന്റഗ്രൽ പാർട്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സെക്ഷൻ കറക്റ്റ് ആണ്. അതിന്റെ കൂടെ ബാക്കി എന്താ ചെയ്തേക്കുന്നത്? ആൻഡ് ഇറ്റ് ഈസ് എ ടു വേ പ്രോസസ് അല്ലേ? അതൊരു ടു വേ പ്രോസസ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ? വൺ വേ ആണോ? അല്ല. അതുകൊണ്ട് ഇത് നമുക്ക് കറക്റ്റ് ആണ് എന്ന് പറയാം. ആ രണ്ട് സെന്റൻസുകൾ ഒരുമിച്ച് ചേർത്താണ് അവിടെ ഇട്ടേക്കുന്നത്. ആ രണ്ട് സെന്റൻസും കറക്റ്റ് ആണ് അല്ലേ? ഏതെങ്കിലും ഒന്ന് തെറ്റായിരുന്നെങ്കിൽ നമുക്ക് അവിടെ തെറ്റിടായിരുന്നു. ഇത് രണ്ടും കറക്റ്റ് ആണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? എക്സ്ചേഞ്ച് പ്രോസസ്സിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. അതുപോലെ തന്നെ അതൊരു ടു വേ പ്രോസസ് ആണ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 നോക്കിയാലോ. കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് വിത്ത് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് വിത്ത് സെൻഡർ ആൻഡ് എൻഡ് വിത്ത് റിസീവർ. എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻഡറിലാണ് അല്ലേ? അത് കറക്റ്റ് ആണ്. ഇവിടെ വരെ ശരിയാണ്. എൻഡ് വിത്ത് റിസീവർ ആണോ? റിസീവറിൽ എത്തുമ്പോഴത്തേന് എൻഡ് ചെയ്യുകയാണോ? അല്ലല്ലോ. നമ്മൾ പഠിച്ചതിനകത്ത് എന്തായിരുന്നു? റിസീവർ എന്ത് ചെയ്യുന്നു? ഒരു ഫീഡ്ബാക്ക് സെന്ററിലേക്ക് കൊടുക്കുന്നില്ലേ? അപ്പോൾ റിസീവറിൽ അത് തീർന്നു പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. രണ്ടാം സ്റ്റേറ്റ്മെന്റ് ഒരു പാർട്ട് തെറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കണം, ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത്. നമ്മളിത് വായിക്കുമ്പോൾ ഇവിടെയൊക്കെ ശരിയാണ്, ഇത് ശരിയാണെന്ന് പറഞ്ഞിട്ട് രണ്ടും ശരിയാണെന്ന് എഴുതി പോവരുത്. എന്താണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് വിത്ത് സെൻഡർ ആണ്, ശരിയാണ്. അങ്ങോട്ട് പോകുമ്പോൾ എൻഡ് വിത്ത് റിസീവർ അല്ല. നമ്മൾ എവിടെ എത്തും? തിരിച്ച് റിസീവറിന്റെ കയ്യിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് ആരിലേക്ക് എത്തും? നമ്മുടെ സെന്ററിലേക്ക് എത്തും. എന്നാലേ അവിടെ എത്തിയിരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് കറക്റ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഇവിടെ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. ദ ആക്ട് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് മെസ്സേജസ് ഇൻ ടു വേർഡ്സ്, പിക്ചേഴ്സ്, സിംബൽസ് ഈസ് നോൺ ആസ് ഡീകോഡിംഗ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സബ്ജക്റ്റ് മാറ്റം അല്ലെങ്കിൽ മെസ്സേജിനെ വേർഡ്സോ സിംബലോ അല്ലെങ്കിൽ പിക്ചേഴ്സോ ഒക്കെ ആക്കി മാറ്റുന്ന പ്രോസസ്സ് ഡീകോഡിംഗ് ആയിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വേർഡ്സ് അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജിനെ കൺവേർട്ട് ചെയ്ത് വേർഡ്സോ സിംബലോ ഒക്കെ ആക്കുന്നത് ഡീകോഡിംഗ് ആയിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കട്ടോ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ദ ആക്ട് ഓഫ് കൺവേർട്ടിംഗ് സിംബൽ, സൈൻ ഓർ പിക്ചേഴ്സ് ഇൻ ടു മീനിങ് ഈസ് നോൺ ആസ് എൻകോഡിംഗ്. അതായത് തിരിച്ച് നമ്മുടെ ഈ സിംബലിനെയൊക്കെ തിരിച്ച് മീനിങ്ങിലേക്ക് ആക്കുന്നതിനെ എൻകോഡിംഗ് എന്നായിരുന്നോ പറഞ്ഞത്? തിരിച്ചല്ലായിരുന്നോ നമ്മൾ പറഞ്ഞത്? ഇതിങ്ങോട്ടും അല്ലായിരുന്നോ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആദ്യത്തെ പ്രോസസ്സ് അല്ലായിരുന്നോ എൻകോഡിങ്? സെൻഡർ ചെയ്യുന്നത് എന്താണ്? സെൻഡറിന്റെ കയ്യിലുള്ള മെസ്സേജിനെ സിംബൽസോ വേർഡ്സോ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയായിരുന്നു എൻകോഡിങ് എന്ന് പറഞ്ഞത്. തിരിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനെ എന്തെന്നാ? ഡീകോഡിംഗ് എന്നാ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും തിരിഞ്ഞല്ലേ കിടക്കുന്നത്. ഇവിടെ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചത്. രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കാരണം എന്താണെന്ന് മനസ്സിലായോ? ഇത് തിരിച്ചാണ് ഇട്ടേക്കുന്നത്. എൻകോഡിംഗ് മറ്റേ ആദ്യത്തെ പ്രോസസ്സും രണ്ടാമത്തെ പ്രോസസ്സായിരുന്നു ഡീകോഡിംഗ്. മെസ്സേജസിനെ വേർഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ എൻകോഡിംഗ് എന്നായിരുന്നു പറയേണ്ടത്. തിരിച്ച് വേർഡ്സിനെ മെസ്സേജിലേക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നതിന് എന്തെന്നായിരുന്നു? ഡീകോഡിംഗ് എന്നായിരുന്നു പറയേണ്ടത്. ഇവിടെ രണ്ടും തെറ്റാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ്. കണ്ടോ, നമ്മൾക്ക് മിസ്റ്റേക്ക് വരും. നമ്മൾ പെട്ടെന്ന് നോക്കത്തില്ല, ഇത്രയും അങ്ങ് ഡീപ്പാണോ എന്നൊന്നും നോക്കത്തില്ല അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സബ്ജക്റ്റ് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ.
സബ്ജക്റ്റ് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു? ഓപ്ഷൻ എ സെൻഡർ. സെൻഡർ എന്താണ്? സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അല്ലേ? നമ്മൾ പഠിച്ചു സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് സെൻഡർ എന്ന് പറയുന്നത്. മെസ്സേജ് എന്തായിരുന്നു? മെസ്സേജ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് മാറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമുക്ക് ഇവിടുത്തേയും നോക്കുമ്പോൾ തന്നെ എന്ത് കിട്ടും? ആൻസർ കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് സബ്ജക്റ്റ് മാറ്റർ എന്താണെന്നാണ്. അപ്പോൾ അതിനെ മെസ്സേജ് അല്ലെങ്കിൽ കണ്ടന്റ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് നോക്കാം. റിസീവർ ആരായിരുന്നു? ആർക്കാണോ മെസ്സേജ് കിട്ടുന്നത് അതിനെ നമ്മൾ റിസീവർ എന്ന് പറഞ്ഞു. ദെൻ ചാനൽ എന്ന് പറഞ്ഞാൽ ഏത് മീഡിയം വഴിയാണ് ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത് അതിനെ നമ്മൾ ചാനൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ മെസ്സേജ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് റോങ് ആൻസർ? അതായത് താഴെ പറയുന്നതിൽ ഏതാണ് റോങ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തത് കമ്മ്യൂണിക്കേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ശരിയല്ലേ? കമ്മ്യൂണിക്കേഷൻ നിന്ന് പോകുന്നുണ്ടോ? സെന്ററിൽ തുടങ്ങി ഇങ്ങനെ പോയി റിസീവറിൽ നിന്ന് വീണ്ടും സെന്ററിലേക്ക് എത്തുകയല്ലേ? അപ്പോൾ അതെന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അത് തന്നെയല്ലേ കണ്ടിന്യൂസ് പ്രോസസ്സും ഓൺ ഗോയിങ് പ്രോസസ്സും സെയിം അല്ലേ? അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർവാസീവ് ഫംഗ്ഷൻ ആണ് അല്ലേ? ഒരു പെർവാസീവ് ഫംഗ്ഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതെല്ലാം ശരിയാണോ? അടുത്ത് നോക്കിയേ, കമ്മ്യൂണിക്കേഷൻ ഈസ് എ വൺ വേ പ്രോസസ് ആണോ? അത് ശരിയാണോ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൺ വേ പ്രോസസ് ആയിരുന്നോ? അല്ല, അതെന്തായിരുന്നു? ടു വേ പ്രോസസ് ആണ് കമ്മ്യൂണിക്കേഷൻ. ടു വേ പ്രോസസ് ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഓപ്ഷൻ ഏതാണ് റോങ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് റോങ് ആയിട്ട് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൺ വേ പ്രോസസ് ആണ്. അതാണ് തെറ്റിപ്പോയത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടു വേ പ്രോസസ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ കറക്റ്റ് ആണ് കേട്ടോ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കി, സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് കമ്മ്യൂണിസ് വിച്ച് മീൻസ് കോമൺ. ശരിയല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു ലാറ്റിൻ വേർഡ് ആണെന്ന് പറഞ്ഞു. കമ്മ്യൂണിസ് സ്പെല്ലിംഗ് ഒക്കെ ശരിയാണോ നോക്കണം. ശരിയാണ്. ദെൻ കോമൺ, അത് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, കമ്മ്യൂണിക്കേഷൻ ഈസ് എ ടു വേ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതും ശരിയല്ലേ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു വേ പ്രോസസ്സാണ്. ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്കാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തെന്നാണ് ചോദിച്ചത്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. ശരിയാണല്ലോ. ദെൻ നെക്സ്റ്റ് നോക്കാം, ഡാഷ് റെപ്രസെന്റ് സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആരെയായിരുന്നു നമ്മൾ സോഴ്സ് എന്ന് പറഞ്ഞത്? മെസ്സേജിനെയാണോ? മെസ്സേജ് എന്തായിരുന്നു? കണ്ടന്റ് ആയിരുന്നു അല്ലേ? മെസ്സേജ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? വീണ്ടും ഞാനിങ്ങനെ ഓരോ ഓപ്ഷനിലും പറയുന്നത് നിങ്ങൾക്ക് അത്രയും അങ്ങ് തറവായിട്ട് മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ദെൻ റിസീവർ എന്ന് പറഞ്ഞാൽ ആരാണോ റിസീവ് ചെയ്തത് അതിനെയാണ് നമ്മൾ റിസീവർ എന്ന് പറഞ്ഞത്. സെൻഡർ എന്താണ്? സെൻഡർ ആണ് സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെൻഡർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? സോഴ്സ് ആണ്. അപ്പോൾ സെൻഡർ ആണ് സോഴ്സ്. ചാനൽ എന്ന് പറഞ്ഞാൽ മീഡിയം ആണ്, അല്ലെങ്കിൽ ആ ഒരു ഏത് വഴിയാണ് നമ്മുടെ മെസ്സേജ് പാസ് ചെയ്യുന്നത് അതാണ് ചാനൽ. ഇവിടുത്തെ ആൻസർ എന്താണ്? ഏതാണ് ചോദിച്ചത്? സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെൻഡർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പേഴ്സൺ ഹു റിസീവ് ദ മെസ്സേജ് ഈസ് കോൾഡ്. അതായത് ആരാണ് മെസ്സേജ് റിസീവ് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്ന ആളെ നമുക്ക് റിസീവർ എന്ന് പറയാം അല്ലേ? ആരാണ് റിസീവ് ചെയ്യുന്നത് അയാളെ നമുക്ക് റിസീവർ എന്ന് പറയാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദി ഒബ്സ്ട്രക്ഷൻ ഓർ ഹിൻഡ്രൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ കമ്മ്യൂണിക്കേഷനകത്ത് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? ചാനലാണോ? നോയ്സ് ആണോ? മീഡിയ ആണോ? മെസ്സേജ് ആണോ? ഏതാണ്? നോയ്സ് ആണ് നമ്മൾ ഹിൻഡ്രൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞത്. എന്താണ്? അത്തരത്തിൽ കുറേ നോയ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഔട്ട്സൈഡ് വരുന്നതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാനലിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഹിൻഡ്രൻസ് ആയിട്ട് വരുന്നത്. അതിനെ നമ്മൾ ടെക്നിക്കലി പറയുന്നത് നോയ്സ് എന്നാണ്. മറന്നു പോരുത്, നോയ്സ് ആണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഹിൻഡ്രൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ബിലോ. കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കേ, ദ ഫീഡ്ബാക്ക് ഈസ് ദി ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ദി പ്രോസസ്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റെപ്പാണ്. കറക്റ്റ് അല്ലേ? നമ്മൾ പറഞ്ഞതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഫൈനൽ സ്റ്റെപ്പാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ദാറ്റ് എൻഷുർ ദി റിസീവർ ഹാസ് റിസീവ്ഡ് ദ മെസ്സേജ് ആൻഡ് ഇന്റർപ്രറ്റ് കറക്റ്റ്ലി ആസ് ഇറ്റ് വാസ് ഇന്റൻഡഡ് ബൈ ദി സെൻഡർ. എന്താണ്? എങ്കിൽ മാത്രമേ നമ്മുടെ റിസീവറിന് ആ മെസ്സേജ് റിസീവ് ചെയ്തു എന്നും അതുപോലെ തന്നെ അദ്ദേഹം അത് കറക്റ്റ് ആയിട്ടാണോ ഇന്റർപ്രറ്റ് ചെയ്തതെന്നും ആർക്ക് മനസ്സിലാവൂ? സെൻഡർക്ക് മനസ്സിലാവൂ അല്ലേ? അത് കറക്റ്റ് അല്ലേ? ഫീഡ്ബാക്ക് ആണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞു. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലേ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് കറക്റ്റ് ആവോ അല്ലെങ്കിൽ സക്സസ് ആവോ അല്ലെങ്കിൽ എഫക്റ്റീവ് ആവോ എന്ന് പറഞ്ഞു. ആ ഫീഡ്ബാക്കിലൂടെയാണ് സെൻഡർക്ക് എന്ത് മനസ്സിലായത്? റിസീവറിന് ആ ഒരു മെസ്സേജ് കിട്ടിയോ, അതുപോലെ തന്നെ അദ്ദേഹം സെൻഡർ ഉദ്ദേശിച്ച പോലെ തന്നെയാണോ റിസീവർ അതിനെ മനസ്സിലാക്കിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ ഫീഡ്ബാക്ക് വേണം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ദെൻ ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 പോവുകയാണെങ്കിൽ ദ റെസ്പോൺസ് ഓഫ് ദി റിസീവർ ക്യാൻ ബി ഓൺലി ഇൻ വെർബൽ ഫോം. എന്താണ്? റെസ്പോൺസ് ഓഫ് ദി റിസീവർ
ക്യാൻ ബി ഒൺലി ഇൻ വെർബൽ ഫോം. വെർബൽ ഫോമിൽ മാത്രമേ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെന്നോ എവിടെയെങ്കിലും നമ്മൾ പഠിച്ചോ? ഇല്ല. വെർബലോ നോൺ വെർബലോ എന്ത് വേണമെങ്കിലും ആവാന്ന് പഠിച്ചു അല്ലേ? എപ്പോഴും ഓറൽ ഓർ റിട്ടേൺ തന്നെയാണോ? നമ്മൾ ജസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? അപ്പോൾ അവിടെ എന്താണ്? ഒൺലി ഇൻ വെർബൽ. അത് തെറ്റാണ് അല്ലേ? ഒൺലി ഇൻ വെർബൽ അല്ല, വെർബലും നോൺ വെർബലും ആവാം, നോൺ വെർബലും ആവാം. അപ്പോൾ ഏതാണ് തെറ്റ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ എന്താണ് ചോദിച്ചത്? ഫൈൻഡ് ദി കറക്റ്റ് എന്നാണ് ചോദിച്ചത്. സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. അപ്പോൾ എന്താണ് തെറ്റെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വെർബൽ മാത്രമല്ല, വെർബൽ ആൻഡ് നോൺ വെർബൽ ഫോമിൽ എന്ത് ചെയ്യാം? റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ലിങ്ക് ദാറ്റ് കണക്ട് സെൻഡർ? സെൻഡറിനെയും റിസീവറിനെയും കണക്ട് ചെയ്യുന്ന ലിങ്കിന് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ചാനൽ എന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ ഫസ്റ്റ് ആൻസർ കയറി മാർക്ക് ചെയ്യുമ്പോഴാണ് വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, അയ്യോ ചാനലും മീഡിയയും രണ്ടും സെയിം ആണല്ലോ, ഇവിടുത്തെ ആൻസർ ഏതേ വരൂ? ബോത്ത് എ ആൻഡ് ബി വരത്തുള്ളൂ. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഉള്ള ആ ഒരു വെപ്രാളവും ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉള്ള ഒരു ആകാംക്ഷയും ആൻസറിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച ആൻസർ തന്നെ എ സെക്ഷൻ നമ്മുടെ ഓപ്ഷൻ എയിൽ തന്നെ കിടക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഓപ്ഷൻ എ തന്നെ നമ്മൾ കറുപ്പിക്കും. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ വായിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഒരു മാർക്ക് പോയി എന്നുള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓപ്ഷൻസ് വായിച്ച് നോക്കണം. സെൻഡറും അതുപോലെ റിസീവറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ലിങ്കിനെ നമ്മൾ ചാനൽ അല്ലെങ്കിൽ മീഡിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ചാനലും മീഡിയയും സെയിം ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. മറന്നു പോകരുത്, ബോത്ത് എ ആൻഡ് ബി ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ബിലോ. കറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ, മറന്നു പോകരുത്, കറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. റൂമേഴ്സ് ആൻഡ് ഗോസിപ്സ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ശരിയാണോ? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഓർഗനൈസേഷന്റെ ഫോർമൽ ചാനലിലൂടെ അല്ലാതെ പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ ഇൻഫോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗോസിപ്പും അതുപോലെ തന്നെ റൂമേഴ്സും ഒക്കെ ഇൻഫോർമൽ ആയിരിക്കുമോ? ആയിരിക്കത്തില്ലേ? ആയിരിക്കും. ഒരു ഫോർമൽ ചാനലിൽ കൂടാണോ അത് പാസ് ചെയ്യുന്നത്? അല്ല, നമ്മുടെ പേഴ്സണൽ കോണ്ടാക്ട് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ആൻസർ എന്താണ്, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഇനി രണ്ടാമത്തിലേക്ക് നോക്കുമ്പോൾ, ഇൻ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ സ്ലോ മൂവിങ് പ്രോസസ്. ശരിയാണോ? ഇൻഫോർമൽ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇൻഫോർമലിൽ ഒരു സ്ലോ മൂവിങ് ആണോ? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലല്ലേ പെട്ടെന്ന്, റൂമേഴ്സ് ഒക്കെ അല്ലേ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത്. അതൊരു സ്ലോ മൂവിങ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? ഇവിടെ തെറ്റെന്താണ്? ഇവിടെ സ്ലോ അല്ലായിരുന്നു വരേണ്ടത്, അവിടെ എന്താണ്? ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ശരിയും 2 തെറ്റുമാണ്. അപ്പോൾ എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. നമ്മുടെ ആൻസർ ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. എന്തുകൊണ്ടാണ് 2 തെറ്റായെന്ന് മനസ്സിലായോ? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും സ്ലോ അല്ല, ഫോർമലിനേക്കാൾ സ്പീഡായിട്ടാണ് എന്ത് നടക്കുന്നത്? ഇതുപോലെയുള്ള റൂമേഴ്സും ഗോസിപ്പും ഒക്കെ സ്പ്രെഡ് ആവുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് കോമൺലി നോൺ ആസ്. ഇത് നമ്മൾ നമ്മുടെ നോട്ടിൽ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന് നമുക്ക് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് കൂടെ പറയാം കേട്ടോ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നിങ്ങൾ നോട്ടിനകത്ത് എഴുതി പോകുന്നവരാണെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ മറ്റൊരു പേരാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find out the statement or statement that are correct from below regarding element of communication. element of communication ആയിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ദ സെൻഡർ ഈസ് കോൾഡ് കമ്മ്യൂണിക്കേറ്റി ആൻഡ് റിസീവർ ഓഫ് ദി മെസ്സേജ് ഈസ് നോൺ ആസ് കമ്മ്യൂണിക്കേറ്റർ. ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സെൻഡർ നമ്മൾ എന്തെന്നായിരുന്നു പറഞ്ഞത്? സെൻഡർ നമ്മൾ കമ്മ്യൂണിക്കേറ്റി എന്നായിരുന്നോ പറഞ്ഞത്? അല്ലായിരുന്നു അല്ലേ? സെൻഡർ ആയിരുന്നു കമ്മ്യൂണിക്കേറ്റർ. അതുപോലെ തന്നെ റിസീവറിനെ ആയിരുന്നു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ എന്താണ്? തെറ്റാണ്. തെറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? തിരിച്ചാണ് ഇട്ടേക്കുന്നത്. സെൻഡർ കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു, ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് എന്നാണ് ഇട്ടേക്കുന്നത്. ഓക്കെ. റിസീവർ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ആയിരുന്നു, ക്വസ്റ്റ്യനിൽ എന്താണ്? കമ്മ്യൂണിക്കേറ്റർ എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തത്, എ മെസ്സേജ് ഇസ് ദി സബ്ജക്ട് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് ശരിയാണോ? അല്ലേ? ആണ്. മെസ്സേജ് ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ സബ്ജക്റ്റ് മാറ്ററിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട്. എ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് ബട്ട് നീഡ് നോട്ട് ടു കൺവേ സം മെസ്സേജസ്. എന്താണ്? ഇവിടെ 2 പാർട്ടായിട്ടാണ് പറഞ്ഞേക്കുന്നത്. കമ്മ്യൂണിക്കേഷനകത്ത് അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് വേണം, അത് ശരിയാണ്. പക്ഷെ അതിനുശേഷം പറഞ്ഞേക്കുന്നത് എന്താണ്? ബട്ട് നീഡ് നോട്ട് ടു കൺവേ സം മെസ്സേജസ്. എന്താണ്? മെസ്സേജസ് ഒന്നും കൺവേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അല്ലേ? നീഡ് നോട്ട് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ശരിയാണോ? അല്ല. എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യണേ. മെസ്സേജ് എന്താണെന്ന് പറഞ്ഞു? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ മെസ്സേജ് മസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ പറഞ്ഞേക്കാണ് കമ്മ്യൂണിക്കേഷനകത്ത് 2 പേര് വേണം. ശരി തന്നെ.
എന്നിട്ട് പറയാണ് മെസ്സേജസ് ഒന്നും കൺവേ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, രണ്ടുപേരും ഇങ്ങനെ നിന്നാൽ മതി. അപ്പോൾ അത് ശരിയാണോ? അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ ഇവിടെ ഏത് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ശരിയുള്ളൂ? only 2 മാത്രമാണ് ശരി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. only 2 ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ചെറിയ ഈ ഒരു നോട്ട് കൊണ്ടിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയത്. അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും തെറ്റുന്നത്. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ബിലോ. കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. Communication is not complete unless the receiver has understood the message properly and his reaction or response is known to the sender. ശരിയല്ലേ? എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? കംപ്ലീറ്റ് ആകില്ല എപ്പോ? അൺലെസ് ദ റിസീവർ ഹാസ് അണ്ടർസ്റ്റുഡ് ദ മെസ്സേജ് പ്രോപ്പർലി. എന്താ, റിസീവറിന് ആ ഒരു മെസ്സേജ് പ്രോപ്പറായിട്ട് മനസ്സിലായില്ല എങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ് ആവില്ല. ആൻഡ് ഹിസ് റിയാക്ഷൻ ഓർ റെസ്പോൺസ് ഈസ് നോൺ ടു ദി സെൻഡർ. എന്താ, ആ ഒരു റിസീവറിന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അത് ആർക്കും മനസ്സിലാവണം? സെൻഡറിനും മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ എന്താണ് കംപ്ലീറ്റ് ആകൂ. ഇവിടെ പറഞ്ഞത് ഇതില്ല എങ്കിൽ കംപ്ലീറ്റ് ആകില്ല എന്നാണ്. രണ്ടും നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് ശരിയാണ് അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഇതൊന്നും ഇല്ല എങ്കിൽ കംപ്ലീറ്റ് ആകില്ല. ഏതൊക്കെ ഇല്ല എങ്കിലാണ്? റിസീവറിന് മെസ്സേജ് അണ്ടർസ്റ്റുഡ് ആവണം, അതുപോലെ തന്നെ നമ്മുടെ സെൻഡറിന് റിസീവറിന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ ഫീഡ്ബാക്കും മനസ്സിലാവണം. ഇത് രണ്ടും ഇല്ല എങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആകില്ല എന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. Then the primary purpose of communication is to motivate a response or influence human behavior. നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. എന്താണ് ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്? ഒരു റെസ്പോൺസിനെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതും ശരിയാണല്ലോ. ദെൻ അടുത്ത് നോക്കുക. Formal channel in an organization develop among members because of personal contact through working with each other. ശ്രദ്ധിക്കുക, ഫോർമൽ ചാനലിനെ പറ്റിയിട്ട് പറഞ്ഞു. എന്നിട്ട് അത് പറയുന്നത് എന്താണ്? പേഴ്സണൽ കോണ്ടാക്ട് ത്രൂ വർക്കിംഗ് വിത്ത് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ? അതായത് പേഴ്സണൽ കോണ്ടാക്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നവർ തമ്മിലുള്ള പേഴ്സണൽ കോണ്ടാക്റ്റിലൂടെയാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ഫോർമൽ ചാനൽ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ശരിയാണോ? അല്ല. പേഴ്സണൽ കോണ്ടാക്റ്റിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതൊക്കെയാണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും ആണ് ശരി. ഓപ്ഷൻ സി ആണ് ശരി. അപ്പം മൂന്നാമത്തെ തെറ്റിപ്പോകാൻ കാരണം എന്താണ്? ഇവിടെ ഇൻഫോർമൽ ചാനൽ എന്നായിരുന്നെങ്കിൽ അത് ശരിയായിരുന്നു. ഫോർമൽ ചാനൽ തന്നിട്ട് ഇൻഫോർമൽ ചാനലിന്റെ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ തെറ്റ്. ശരി ഏതെന്നാണ് ചോദിച്ചത്. ശരി ഏതൊക്കെയായിരുന്നു? 1ഉം 2ഉം ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ സി ആണ് ശരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദി സബ്ജക്ട് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഡാഷ് ഈസ് ദി സബ്ജക്ട് മാറ്റർ? എന്തായിരുന്നു കമ്മ്യൂണിക്കേഷന്റെ സബ്ജക്ട് മാറ്റർ? നമ്മൾ പറഞ്ഞതാണ് മെസ്സേജ് അല്ലെങ്കിൽ കണ്ടന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്ജക്ട് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ചാനൽ എന്തായിരുന്നു? സെൻഡറേയും റിസീവറേയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വേ ആണ്. അതിലൂടെയാണ് മെസ്സേജ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫീഡ്ബാക്ക് എന്തായിരുന്നു? റിസീവറിന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ റിപ്ലൈ ആണ് ഫീഡ്ബാക്ക്. അത് ആരിലേക്ക് പോകുന്നു? സെൻഡറിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? സബ്ജക്ട് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെസ്സേജിനെയാണ് നമ്മൾ സബ്ജക്ട് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ബിലോ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കാം. ആദ്യത്തേതാണ് കൺവേർഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ ഇൻടു സിംബൽസ് ദാറ്റ് ഏബിൾ ടു കൺവേ എ മെസ്സേജ് ഈസ് കോൾഡ് ഡീകോഡിംഗ്. നോക്കിയേ, conversion of subject matter into the symbol that able to convey a message is called decoding. ശരിയാണോ? സബ്ജക്റ്റ് മാറ്ററിനെ സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഡീകോഡിംഗ് എന്നായിരുന്നോ പഠിച്ചത്? ഓർത്ത് നോക്കണേ അതൊന്ന്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയേ. ചാനൽ ഈസ് ദി ലിങ്ക് ദാറ്റ് കണക്ട് സെൻഡർ ആൻഡ് റിസീവർ. സെൻഡറും റിസീവറും തമ്മിലുള്ള ലിങ്കിനെ ആയിരുന്നു നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ചാനൽ എന്ന് പറഞ്ഞത്. അത് ശരിയാണ്. ദെൻ മൂന്നാമത്തെ നോക്കിയേ. ദ ഡിഗ്രി ടു വിച്ച് ദ റിസീവർ ഡീകോഡ് ദി മെസ്സേജ് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് നോളജ് ഓഫ് സബ്ജക്ട് മാറ്റർ, എക്സ്പീരിയൻസ്, ട്രസ്റ്റ് ആൻഡ് റിലേഷൻ വിത്ത് ദി സെൻഡർ. എന്താണ്? ആ റിസീവർ കിട്ടിയ മെസ്സേജിനെ ഡീകോഡ് ചെയ്യുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? അത് അദ്ദേഹത്തിന്റെ നോളജ്, ആ ഒരു റിലേറ്റഡ് സബ്ജക്ട് മാറ്ററുമായിട്ടുള്ള നോളജ് ഉണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ സെൻറ്ററായിട്ടുള്ള റിലേഷനും ട്രസ്റ്റും ഒക്കെ അതിനെ എന്താ ആ ഒരു ഡീകോഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ രണ്ടാമത്തതും ശരിയാണ് അല്ലേ? രണ്ടാമത്തതും മൂന്നാമത്തതും ശരിയാണ്. ഒന്നാമത്തതിനകത്ത് ഞാനൊരു കൺഫ്യൂഷൻ പറഞ്ഞില്ലേ? എന്തായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച്
ആലോചിച്ച് നോക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായിരുന്നു പറഞ്ഞത്? കൺവേർഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ ഇൻറ്റു സിമ്പിളിനെ ആയിരുന്നോ നമ്മൾ ഡീകോഡിംഗ് എന്ന് പറഞ്ഞത്, അതോ സിമ്പിളിനെ തിരിച്ച് സബ്ജക്ട് മാറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരുന്നോ ഡീകോഡിംഗ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? അതെ, നമ്മുടെ ഡീകോഡിംഗ് എന്ന് പറയുന്നത് തിരിച്ചായിരുന്നു അല്ലേ? ഇത് തിരിച്ചായിരുന്നു വന്നത്. സിമ്പിൾസിനെ സബ്ജക്ട് മാറ്ററിലോട്ട് ഇങ്ങോട്ടാക്കുകയാണെങ്കിൽ അതിനെയായിരുന്നു ഡീകോഡിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. ഇവിടെ എന്തായിരുന്നു വരേണ്ടത്? എൻകോഡിംഗ് ആയിരുന്നു വരേണ്ടത്. എന്തായിരുന്നു? എൻകോഡിംഗ് ആണ് വരേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ തെറ്റ്. 2, 3 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി. സ്റ്റേറ്റ്മെന്റ് 1 and 2 are correct. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? അതായത് താഴെ തന്നിരിക്കുന്ന ഏതാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഏതാണ് ശരി? ആദ്യം പറഞ്ഞേക്കാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് 1 way പ്രോസസ്. ആദ്യത്തെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 1 way പ്രോസസ് ആണ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണല്ലേ? എന്തായിരുന്നു? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2 way പ്രോസസ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2 way പ്രോസസ് ആണ്. ഇനി രണ്ടാമത്തെ നോക്കിയേ, ദ സെൻഡർ ഈസ് ഒറിജിനേറ്റർ ഓഫ് ദി മെസ്സേജ് ഇൻ ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. എന്താണ്? സെൻഡർ ആണ് മെസ്സേജ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു സെൻഡർ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഒരു മെസ്സേജ് ഉള്ളത് അല്ലെ? കമ്മ്യൂണിക്കേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് കൊടുക്കാനുള്ള മെസ്സേജ് ഉള്ള ആൾ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഉള്ള ആളാണ് സെൻഡർ. അദ്ദേഹത്തെ നമുക്ക് സോഴ്സ് എന്നൊക്കെ പറയാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ് അല്ലെ? അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് ശരിയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഫീഡ്ബാക്ക് ഈസ് നോട്ട് ക്രൂഷ്യൽ കമ്പോണന്റ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അവിടെ ഒരു നോട്ട് കിടപ്പുണ്ട്, അത് ശ്രദ്ധിക്കാതെ നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ ഫീഡ്ബാക്ക് ഈസ് ക്രൂഷ്യലിനെ നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ കിട്ടത്തുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ച് വായിക്കുക. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞത് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ക്രൂഷ്യൽ കമ്പോണന്റ് അല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രൂഷ്യൽ കമ്പോണന്റ് അല്ല എന്നാണ് പറഞ്ഞത്. ആണോ? ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ കമ്പോണന്റ് അല്ലേ? ആണല്ലേ? എന്നിട്ട് അവർ തെറ്റിച്ച് വെച്ചേക്കാണ്. അപ്പൊ അത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, എ മെസ്സേജ് ക്യാൻ ഒൺലി ബി ട്രാൻസ്മിറ്റഡ് വെർബലി. മെസ്സേജ് നമുക്ക് വെർബലായിട്ട് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? അല്ല, നോൺ വെർബലിയും നമുക്ക് എന്ത് ചെയ്യാം? മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ജസ്റ്റേഴ്സ്, നമ്മുടെ ബോഡി മൂവ്മെന്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മെസ്സേജ് പാസ് ചെയ്തൂടെ? അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൂടെ? അപ്പോൾ ഏതാണ് തെറ്റ്? ഏതൊക്കെയാണ് തെറ്റ്? ഇത് തെറ്റാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് 1 way തെറ്റാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ശരിയാണ്. മൂന്നാമത്തതും തെറ്റാണ്. അപ്പോൾ ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ശരി. ഏതായിരുന്നു? രണ്ടാമത്തെ മാത്രമാണ് ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ തെറ്റ് വന്ന ഭാഗങ്ങൾ എവിടേക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യത്തെ സെന്റൻസിൽ 2 way പ്രോസസ് ആയിരുന്നു ശരി. രണ്ടാമത്തത് ശരിയാണ്. മൂന്നാമത്തേനകത്ത് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ ആണ്, ഇവിടെ അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ നാലാമത്തതിൽ പറഞ്ഞേക്കുന്നത് മെസ്സേജ് നമുക്ക് വെർബലി മാത്രമല്ല ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്, നോൺ വെർബലിയും പറ്റും. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക. തെറ്റ് എന്താണെന്ന് തിരുത്തി നമ്മൾ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫീഡ്ബാക്ക് ഇൻ ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഫീഡ്ബാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാ? ഇറ്റ് കൺഫേം ദി റെസിപ്റ്റ് ഓഫ് ദി മെസ്സേജ്, ഇറ്റ് ഇന്ററപ്റ്റ് ദി മെസ്സേജ്, ഇറ്റ് റീപ്ലേസ് ദി ഒറിജിനൽ മെസ്സേജ്, ഇറ്റ് സെർവ് ആസ് ദി ന്യൂ മെസ്സേജ്. എന്താണ് ആദ്യം പറഞ്ഞത്? റെസിപ്റ്റ്, നമുക്ക് റിസീവർക്ക് ആ ഒരു മെസ്സേജ് കിട്ടിയോ എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും അല്ലേ? ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ ഒരു റിസീവറിന് ഈ ഒരു മെസ്സേജ് കിട്ടിയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇറ്റ് ഇന്ററപ്റ്റ് മെസ്സേജ് ആണോ? ഫീഡ്ബാക്കിനെ ഒരു മെസ്സേജിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതൊരിക്കലും നടക്കില്ല. അടുത്തതാണ് ഇറ്റ് റീപ്ലേസ് ഒറിജിനൽ മെസ്സേജ്. ഒറിജിനൽ മെസ്സേജിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് അദ്ദേഹത്തിന്റെ റെസ്പോണ്ട് കൊടുക്കുന്നതേ ഉള്ളൂ, അല്ല സെൻഡറിന്റെ മെസ്സേജിനെ റീപ്ലേസ് ചെയ്യല്ല ചെയ്യുന്നത്. ഇറ്റ് സെർവസ് ദി ന്യൂ മെസ്സേജ്, ഇറ്റ് സെർവസ് ദി ന്യൂ മെസ്സേജ്. ഇതിനേക്കായി ഇവിടെ ചോദിച്ചേക്കുന്നത് ഇതൊരു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആക്കുന്നത് ഏതാണ്? എ ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇറ്റ് കൺഫേം ദി റെസിപ്റ്റ് ഓഫ് ദി മെസ്സേജ്. മറ്റേ ഒരു ന്യൂ മെസ്സേജ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഏറ്റവും മുൻകൂട്ടി അല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് കൺഫേം ദ റെസിപ്റ്റ് ഓഫ് ദി മെസ്സേജ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഇവിടെയും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദ റിസീവർ ഈസ് ദി ഓഡിയൻസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ വിച്ച് മേ ബി ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. എന്താണ് റിസീവർ എന്ന് പറഞ്ഞാൽ? ഒരു കമ്മ്യൂണിക്കേഷന്റെ റിസീവർ എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ ആകാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ആവാം. അത് ഞാൻ പറഞ്ഞു, ഒരാളിലോട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളിലോട്ടോ നമുക്ക് എന്ത് ചെയ്യാം? മെസ്സേജസിനെ പാസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 നോക്കിയേ. ദ എഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി സെൻഡേഴ്സ് നോളജ് ഓർ സോഷ്യൽ സ്റ്റാറ്റസ്. എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് ആണ് കേട്ടോ. അതായത് നമ്മുടെ സെൻഡറിന്റെ നോളജോ സോഷ്യൽ സ്റ്റാറ്റസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. സെൻഡറിന്റെ നോളജിനെ ഡിപ്പെൻഡ് ചെയ്യാതാണോ സെൻഡർ ഒരു സബ്ജക്ട് മാറ്റർ എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഡസ് നോട്ട് ആയതുകൊണ്ടാണ് അവിടെ തെറ്റായിട്ട് വന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ.
എന്താണ് സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും ഒക്കെ സബ്ജക്റ്റ് മാറ്ററും അതുപോലെ തന്നെ നോളജും ഒക്കെ എന്താണ് നോളജും എക്സ്പീരിയൻസും ഒക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. എ കൺട്രോൾഡ് ഓഡിയൻസ് ഈസ് ഡിഫൈൻഡ് ബൈ ദി ഹോമോജീനിയസ് നേച്ചർ ആൻഡ് കോമൺ ഇൻട്രസ്റ്റ്. നമ്മൾ പറഞ്ഞ ഒരു പാർട്ടിനകത്ത് നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ എങ്ങനെ ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാമെന്നും കൂടെ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പഠിക്കാം. ദെൻ അതിനുശേഷം അടുത്ത നാലാമത്തെ ഒരു ആൻസർ അല്ലെ നാലാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോർ എ മെസ്സേജ് ടു ബി എഫക്റ്റീവ് ഇറ്റ് മസ്റ്റ് ബി വേഗ് ഓർ ജനറൽ. അതായത് എന്താ പറഞ്ഞേക്കുന്നത്, മെസ്സേജ് എഫക്റ്റീവ് ആവണമെങ്കിൽ അത് വേഗമായിരിക്കണം എന്ന് പറയുന്നു അല്ലേ. വേഗമായിട്ടുള്ള ഒരു മെസ്സേജ് എഫക്റ്റീവ് ആയിരിക്കുമോ? ഇല്ല. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. ഒരെണ്ണം ശരിയാണെന്നറിയാം, ഒരെണ്ണം നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിൽ ഒന്ന് ശരിയാണെന്ന് പറഞ്ഞു, ബാക്കി രണ്ടും തെറ്റാണ്. അപ്പോൾ ഒന്നുമായിട്ട് ഒന്ന് ശരി, നമ്മളോട് പറഞ്ഞത് ശരി സെലക്ട് ചെയ്യാനാണ്. ശരിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് നോക്കുക. ഇവിടെ ഇത് മാത്രമേ ശരി, അതായത് ഒന്ന് വന്നിട്ടുള്ള ഓപ്ഷൻ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ നമുക്ക് ഡി എന്ന് കിട്ടി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നാൽ നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് കൂടെ പഠിക്കുക. നമ്മൾ ഓപ്ഷൻസ് നോക്കുക. ശരി, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഓപ്ഷൻസ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് ദ മെസ്സേജ് ടു ബി. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുമ്പോൾ എങ്ങനെയായിരിക്കണം മെസ്സേജ്? അൺക്ലിയർ ബട്ട് ഇൻട്രസ്റ്റിംഗ്. അതായത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പക്ഷേ അൺക്ലിയർ ആവണോ? അല്ല. അൺക്ലിയർ ആണെങ്കിൽ അത് എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അടുത്തതാണ് ക്ലിയർ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് സ്പെസിഫിക്. അത് രണ്ടും ശരിയല്ലേ? അത് മൂന്നും ശരിയല്ലേ? ക്ലിയർ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിരിക്കണം. അടുത്ത നോക്കിയേ, ലോങ് ആൻഡ് ഡീറ്റെയിൽഡ്. ഒരുപാട് ലോങ് ആവണം നിർബന്ധമുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൂടെ? അപ്പൊ അത് നിർബന്ധമില്ല. ഒരുപാട് ലോങ് ആയി പോയാലും ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ അതൊരു ബാരിയർ ആയിട്ട് വരും. പിന്നെ പറയുന്നത് ഷോർട്ട് ആൻഡ് ആംബിഗസ്. ഷോർട്ട് വേണമെങ്കിൽ ശരിയാവും, പക്ഷേ ഇങ്ങനെയുള്ള സംശയങ്ങളുള്ളത് എന്താണ്, നമുക്ക് പരിഗണിക്കാവുന്നതല്ല. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ? നമുക്ക് എല്ലാം ശരിയായിട്ട് കിട്ടിയത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് സ്പെസിഫിക്. ക്ലിയർ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് സ്പെസിഫിക്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്? നമ്മളോട് തെറ്റാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റെന്നാണ് ചോദിച്ചേക്കുന്നത്? നോക്കിയേ. ആൻ അൺകൺട്രോൾഡ് ഓഡിയൻസ് ഗ്യാദർ ടുഗദർ പ്രൈമർലി ഔട്ട് ഓഫ് ദി ക്യൂരിയോസിറ്റി. അപ്പോൾ നമ്മൾ അത് പഠിച്ചിട്ടുള്ള, അതായത് നമ്മുടെ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് വന്നത് ഒരു സാധനം അല്ല. അതവിടെ നിൽക്കട്ടെ, നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാലോ. അടുത്ത നോക്കിയേ. The channels of communication refers to the medium through which the message is conveyed. ശരിയാണോ? നമ്മുടെ മെസ്സേജ് ഏതിലെയാണ് പോകുന്നത് അതിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറഞ്ഞത് അല്ലേ? അല്ലേ? നോക്കിയേ, നമ്മുടെ മെസ്സേജ് ഏത് വഴിയാണോ പാസ് ചെയ്തത് അതിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 2 എന്താണ്? ശരിയാണ്. ദെൻ അതിനുശേഷം അടുത്തതാണ് the communication process is considered successful without feedback from the receiver. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സക്സസ് ആവും എപ്പോഴാ? വിത്തൗട്ട് ഫീഡ്ബാക്കിലും സക്സസ് ആവും എന്നാണ് പറഞ്ഞത്. ശരിയാണോ? തെറ്റാണ്. എന്താ കാരണം? എന്താ? വിത്തൗട്ട് ഫീഡ്ബാക്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സക്സസ് ആവുന്നുണ്ടോ? ഇല്ല. അടുത്തതാണ് വിത്തൗട്ട് ആൻ ഓഡിയൻസ് കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യലി ഇൻഎഫക്റ്റീവ്. ഓഡിയൻസ് ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ ഇൻഎഫക്റ്റീവ് ആണ്. അതായത് ഒരു റിസീവർ വേണം, ഇല്ലേ? സെൻഡറും ഒരു റിസീവറും വേണം. അപ്പോൾ നമ്മുടെ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചത് അല്ലേ? ഏതായിരുന്നു തെറ്റ്? അപ്പോൾ നമ്മളിവിടെ മൂന്നാമത്തെ തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ തെറ്റുള്ള ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമുക്ക് അറിയാത്തൊരു സാധനം ഉണ്ടോ? പക്ഷെ നമുക്ക് ആൻസർ കിട്ടാൻ പാടുമല്ലോ? ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ആൻസർ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഓപ്ഷൻ, അതായത് 3 സ്റ്റേറ്റ്മെന്റ് 3 ആയിരുന്നു നമുക്ക് തെറ്റായിട്ടുള്ളത്. അത് റിലേറ്റഡ് ഒരു ഓപ്ഷനേ ഉള്ളൂ. 3 റിലേറ്റഡ് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ഫാൾസ് ആയിട്ടുള്ളത് 3 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് ദി മെസ്സേജ് ടു ബി സ്പെസിഫിക്, ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. അത് ശരിയാണല്ലോ. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ മെസ്സേജ് എന്തൊക്കെയായിരിക്കണം? സ്പെസിഫിക് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അത് ശരിയാണ്. അടുത്ത് നോക്കിയേ. അടുത്ത് ഇനി നോക്കേണ്ട ആവശ്യം യഥാർത്ഥത്തിലുണ്ടോ? നമുക്ക് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചത്, ഇത് തന്നെയാണ് ശരി. എന്നാലും നിങ്ങൾ നോക്കുക. ദ ഹോമോജീനിറ്റി ഓഫ് ഓഡിയൻസ് ഹാസ് നോ എഫക്റ്റ് ഓൺ ദി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ ഓഡിയൻസിന്റെ ഹോമോജീനിറ്റി വേണോ എന്നാണ് ചോദിക്കുന്നത്. അതിനകത്തൊന്നും കാര്യമില്ല, അത് ശരിയല്ല. ദെൻ അതിനുശേഷം ട്രാൻസ്മിറ്റിംഗ് ദ റൈറ്റ് മെസ്സേജ് അറ്റ് ദി റൈറ്റ് ടൈം ടു ദി റൈറ്റ് പീപ്പിൾ ഈസ് നോട്ട് ക്രൂഷ്യൽ. അതായത് നോട്ട് ക്രൂഷ്യൽ എന്നാണ് പറയുന്നത്, അത് തെറ്റാണ്.
അതിനുശേഷം പറയുന്നു ദ മെസ്സേജ് ഈസ് ദി ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണോ? മെസ്സേജ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ആയിട്ടും വേണ്ടതാണെന്ന് പറഞ്ഞു അല്ലേ? മെസ്സേജ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ആയിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഉള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ റിഫേഴ്സ് ടു ദി ഫിസിക്കൽ ഓർ മീഡിയ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ. എന്താണ് ചാനൽസ്? ചാനൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിസീവർ, സെൻഡറേയും റിസീവറേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മീഡിയ അല്ലെങ്കിൽ ലിങ്ക് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, തെറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. രണ്ടാമത്തത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആർ കൺസിഡേർഡ് എ ട്രഡീഷണൽ ഫോം ഓഫ് മീഡിയ ഇൻ കമ്മ്യൂണിക്കേഷൻ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, അതൊരു ട്രഡീഷണൽ മെത്തേഡ് ആണോ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഫോം ആണോ? ഇതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഫോം ആണോ? അല്ല. അത് പിന്നെ എന്ത് ഫോമാണ്? ഒരു മോഡേൺ ഫോം ആണ് അല്ലേ? ഒരു മോഡേൺ ഫോമാണ്. മീഡിയയിൽ ഒരു മോഡേൺ ഫോമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റാണ്. നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. അപ്പോൾ തെറ്റ് നമുക്ക് കിട്ടി. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത് ഒരു ട്രഡീഷണൽ ഫോം ഓഫ് മീഡിയ അല്ല. ദെൻ ഓപ്ഷൻ സി ഒന്ന് നോക്കാം. മാസ് മീഡിയ ആർ കേപ്പബിൾ ഓഫ് റീച്ചിങ് എ ലാർജ് ഓഡിയൻസ് ഫാസ്റ്റർ ദാൻ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ? മാസ് മീഡിയ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരുപാട് പേരുള്ളതാണ് അല്ലേ? മാസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ലാർജ് ഓഡിയൻസ് ആണ്. അപ്പോൾ അതും തെറ്റൊന്നുമില്ല, ശരി തന്നെയാണ്. ദെൻ അതിനുശേഷം മാസ് മീഡിയ ആർ പ്രൈമർലി വൺ വേ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. മാസ് മീഡിയ എപ്പോഴും വൺ വേ ചാനൽ ആയിരിക്കും. കാരണം എന്താ? ഒരു ആള് സംസാരിക്കുന്നു, ഒരു മാസ് ഓഡിയൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രസംഗമൊക്കെ കേൾക്കത്തില്ലേ, ഓരോരുത്തരുടെ സ്പീച്ചൊക്കെ കേൾക്കുമ്പോൾ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ലാർജ് ആയിരിക്കും. അപ്പോൾ അവരിൽ നിന്നൊരു റെസ്പോൺസ് എല്ലാവരിൽ നിന്നും കിട്ടണം നിർബന്ധമുണ്ടോ? ഇയാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അത് അവർ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. റെസ്പോണ്ട് എത്രയും പേരും കൂടെ റെസ്പോണ്ട് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അതൊരു വൺ വേ ചാനലാണെന്ന് പറയാം. അപ്പോൾ അതും ശരിയാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി ആണ് തെറ്റെന്ന് മനസ്സിലാക്കാം. ആ ഓപ്ഷൻ ബി വരെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തെറ്റ് ഏതാണെന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെയിൻ കമ്പോണന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്? കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ മെയിൻ കമ്പോണന്റ് അല്ലാത്തത് ഏതാണ്? സെൻഡർ ഇല്ലാതെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഉണ്ടോ? ഇല്ല. റിസീവർ ഉറപ്പായിട്ടും വേണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും വേണം. എന്താണ്? ബാരിയർ ആണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ. ബാരിയർ എന്ന് പറഞ്ഞാൽ അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ നോയ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ബാരിയർ ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ മെയിൻ കമ്പോണന്റ് അല്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് മസ്റ്റ് ബി ടൈലേർഡ് ടു ഫിറ്റ്. അതായത് ഒരു നല്ല കമ്മ്യൂണിക്കേഷന്റെ മെസ്സേജ് എങ്ങനെയായിരിക്കണം? സെൻഡേഴ്സ് പ്രിഫറൻസ് ആണോ? ജനറൽ ഓഡിയൻസ് വിത്ത് നോ സ്പെസിഫിക് ട്രേറ്റ് ആണോ? ദ റിസീവർ കൾച്ചർ ആൻഡ് സോഷ്യൽ കണ്ടന്റ് ആണോ? ഓൺലി ദി മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് ഓഡിയൻസ് ആണോ? സെൻഡറിന്റെ പ്രിഫറൻസ് മാത്രം വെച്ചിട്ടാണോ അവിടെ ഒരു മെസ്സേജ് ടൈലർ ചെയ്യേണ്ടത്? സെൻഡറിനാണോ അത് മനസ്സിലാവേണ്ടത്? ആർക്കാണ് അത് മനസ്സിലാവേണ്ടത്? റിസീവറിനാണ് മനസ്സിലാവേണ്ടത്. അപ്പോൾ റിസീവറിന്റെ പ്രിഫറൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ സെൻഡറിന്റെ പ്രിഫറൻസ് അല്ല. അടുത്തത് ജനറൽ ഓഡിയൻസ് വിത്ത് നോ സ്പെസിഫിക് ട്രേറ്റ് ആണോ? അല്ല, വിത്ത് നോ സ്പെസിഫിക് ട്രേറ്റ് അല്ല. അടുത്തത് റിസീവർ കൾച്ചർ ആൻഡ് സോഷ്യൽ കോണ്ടസ്റ്റ്. റിസീവറിനല്ലേ ആ ഒരു മെസ്സേജ് കിട്ടി, അദ്ദേഹം അല്ലേ മനസ്സിലാക്കി അതിനൊരു റെസ്പോണ്ട് തരേണ്ടത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? റിസീവറിന്റെ കൾച്ചറിനും സോഷ്യൽ കോണ്ടസ്റ്റിനെയും ബേസ് ചെയ്തിട്ടായിരിക്കണം ഒരു മെസ്സേജ് ടൈലർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് ഡിയിൽ പറയുന്നത് ഓൺലി ദി മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് ഓഡിയൻസ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിന് മാത്രമാണോ മെസ്സേജ് കൊടുക്കേണ്ടത്, മെസ്സേജ് ടൈലർ ചെയ്യേണ്ടത്? അല്ല. എപ്പോഴും റിസീവർ ആരാണോ അദ്ദേഹത്തിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രേറ്റ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൾച്ചറും ബേസ് ചെയ്തുകൊണ്ട് വേണം ഒരു ഗുഡ് ആയിട്ടുള്ള മെസ്സേജ് ടൈലർ ചെയ്യാൻ. ഓക്കെ, നമ്മുടെ ക്ലാസ് ഇത് കഴിഞ്ഞു. ഇനി ആദ്യം നമ്മൾ കണ്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നമ്മൾ ആൻസർ ചെയ്യാതെ പോയതൊന്ന് പറയാണ്. നോക്കുക. ഇൻ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കൽ നോ ഹൗ. ടെക്നിക്കൽ നോ ഹൗ എന്താണ്? കമ്മ്യൂണിക്കേഷനിൽ എന്തിനാണ് ടെക്നിക്കൽ നോ ഹൗ എന്ന് പറയുന്നത്? ചാനലിനെയാണ് കേട്ടോ. ചാനലിനെയാണ് ടെക്നിക്കൽ നോ ഹൗ എന്ന് പറയുന്നത്. മെസ്സേജിന് എന്തെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്? സബ്ജക്റ്റ് മാറ്റർ എന്നാണ് പറഞ്ഞത്. സോഴ്സ് നമ്മുടെ സെൻഡർ ആയിരുന്നു. അതുപോലെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസ് ആണ്. അപ്പോൾ ചാനൽ, ഏത് ചാനലാണ് അതാണ് ടെക്നിക്കുമായിട്ട്. നമ്മുടെ ഫോണാണോ, എന്തായിരുന്നു, ടി വി ആണോ, അല്ലെങ്കിൽ ഏത് ഇന്റർനെറ്റ് ആണോ, ഏത് റേഡിയോ ആണോ, ഏത് ചാനലാണെന്നുള്ളതാണ് ടെക്നിക്കൽ നോ ഹൗ ആയിട്ട് വരുന്നത്. അടുത്തതാണ് പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആണോ, പ്രൊപ്പഗൻഡയാണോ, അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ആണോ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയാണോ? അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ അവിടെ മസ്റ്റ് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇൻഫർമേഷൻ മാത്രം നമ്മൾ മാർക്ക് ചെയ്തിട്ട് വരരുത്. ഇൻഫർമേഷൻ ഉണ്ട്, പ്രൊപ്പഗൻഡയുണ്ട്, അതുപോലെ തന്നെ ഒരു എന്റർടൈൻമെന്റും എവിടെയുണ്ട്? കമ്മ്യൂണിക്കേഷനിലുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദി ഓഡിയൻസ്
ടു ദി സെൻഡർ, ഓഡിയൻസിൽ നിന്ന് സെൻഡർ. ഓഡിയൻസ് ഇവിടെ ആരാണ്? റിസീവർ ആണ് അല്ലേ? ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റിസീവർ ആണ്. റിസീവറിൽ നിന്ന് സെൻഡറിലേക്ക് ഉള്ള ഒരു ഫ്ലോ ഓഫ് ഇൻഫർമേഷനെ നമ്മൾ എന്തെന്നാ പറഞ്ഞത്? ഫീഡ്ബാക്ക് എന്നാണ് പറഞ്ഞത്. ഫീഡ്ബാക്ക് അല്ലേ? റിസീവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സെൻഡറിലേക്ക് ഒരു റിപ്ലൈ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കാണുക. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മസ്റ്റ് ആയിട്ടും നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. എല്ലാവരും ക്ലാസ് ക്ലിയർ ആയിട്ട് കാണുക. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് എടുത്തത്. ടോപ്പിക്ക് കാണുമ്പോൾ നമുക്ക് എല്ലാം അറിയാമെന്ന് തോന്നുമെങ്കിലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ വരും. അതായത് അത്രയും നമ്മൾ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും വർക്ക് ഹാർഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ഒരു ടോപ്പിക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ച് ഓപ്ഷൻസ് എല്ലാം വായിച്ച് നോക്കിയിട്ട് വേണം ഒരു ആൻസറിൽ എത്താൻ. അപ്പോൾ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. താങ്ക്